അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന് പറയുകയാണ്, നമ്മൾ ഒറ്റയ്ക്കാകുന്നില്ല, നാം ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളോടൊപ്പം ഏത് സ്ഥലത്തും, ഏത് പാതിരാത്രിയിലും, ഏത് പട്ടാപ്പകലും, എവിടെയും, ഏത് സന്തോഷത്തിലും, ഏത് സുഖത്തിലും, ഏത് ദുഃഖത്തിലും, ഏത് സന്താപത്തിലും, എവിടെയും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാത്ത 4 പേര് നമ്മളോടൊപ്പമുണ്ടങ്ങനെ നമ്മൾ 5 പേരാണ്. ആരാണെന്നറിയുമോ? ഒന്നാമത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹു പറയുകയാണ്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ ثم ينبئهم بما عملوا يوم القيامة. ഇന്ന് രാത്രി ഒന്ന് ചെല്ലുമോ തൊടിയൂരുകാരാ? ഇന്ന് രാത്രി നിങ്ങളെ വീട്ടിലൊന്ന് ചെല്ലുമ്പോ എന്റെ തൊടിയൂരത്തെ നിങ്ങളെ പരിശുദ്ധ ഖുർആനും എടുക്കണേ, ഒന്നുകൊടുത്തിട്ട് വിശുദ്ധമായ ഖുർആനും എടുത്തിട്ട് സൂറത്തുൽ മുജാദലയിലിട്ടൊന്ന് പരിശോധിക്കണേ. ആ സൂറത്തുൽ മുജാദലയിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ്, 17ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, എവിടെ പോയാലും നീ ഒറ്റയ്ക്കല്ല മോളെ. ആശുപത്രിയാകട്ടെ, എവിടെയാകട്ടെ, നീ ഒറ്റയ്ക്കാകുന്നില്ല, ഒരിക്കലും നീ ഒറ്റപ്പെടുന്നില്ല. ആരാണ് നിന്നോടൊപ്പം ഉണ്ടാകുന്നത്? 4 പേര് നിന്നോടൊപ്പം ഏത് സമയത്തും ഉണ്ടാകും. അതിൽ ഒന്നാമനാരെന്നറിയോ? അല്ലാഹു തന്നെ പറയുകയാണ്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. പ്രവിശാലമായ ആകാശത്തിന്റെ രഹസ്യങ്ങൾ അല്ലാഹു അറിയുന്നവരാണ്. പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൂമിയുടെ രഹസ്യങ്ങൾ അല്ലാഹു അറിയുന്നവരാണ്. മായകൂന മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. 3 പേര് നിന്ന് രഹസ്യം പറയുമ്പോൾ 4ാമതായി പടച്ചതമ്പുരാനുണ്ട്. ചെറുപ്പക്കാരാ, 5 പേര് രഹസ്യം പറയുമ്പോ 6ാമനായി പടച്ചതമ്പുരാൻ വരുന്ന പൊന്നുമോനെ ഒരാൾ മറ്റൊരാളോട് രഹസ്യം പറയുകയാ. 3ാമനായി സർവശക്തൻ നിന്നോടൊപ്പമുണ്ടെന്നാണ്. 6 പേരാകട്ടെ 7 പേരാകട്ടെ, ലോകത്തുള്ള എല്ലാവരും എന്റെ സഹോദരങ്ങളെ ഒരുമിച്ചിരുന്നൊരു കാര്യം പറയുമ്പോ അവരുടെ എണ്ണമെന്നെടുക്കുമോ? ആ എണ്ണത്തിന്റെ അപ്പുറത്തെ ഒരു അക്കത്തിൽ അല്ലാഹുണ്ട്. 2 പേരാണോ? 3ാമനല്ലയാണ്. 1ാമനാണോ? 2ാമനല്ലയാണ്. ഇത് പടച്ചതമ്പുരാന് പറഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ثم ينبئهم بما عملوا يوم القيامة. അന്ത്യദിനമെന്ന് പറയുന്ന ഒരു ദിനമുണ്ട്, മറന്നുപോയോ? അഹങ്കാരത്തോടെ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദികെട്ട ജീവിതം നയിക്കുന്ന കാപാലികര് അല്ലാഹു തരും അനുഗ്രഹങ്ങള്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങള് ജീവിതത്തിൽ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദികെട്ട ജീവിതം നയിച്ച ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ജീവിതമുണ്ടല്ലോ, അവൻ തന്ന ആയുസുണ്ടല്ലോ, അവൻ തന്ന ഭക്ഷണമുണ്ടല്ലോ, ഇതെല്ലാം കഴിച്ചുകൊണ്ട് അവന് പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു പോയ പെങ്ങള്, നാളെ നീ അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലണം മോളെ. ഇവിടെ ആരെ വിളിച്ചാൽ നിനക്ക് അല്ലാഹുവിനെ വിളിക്കാൻ കഴിയുമോ? അല്ലാഹു ആരാണ്? യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിയുന്നവനെ പടച്ചവനാണ്. ഹൃദയാന്തരാളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യത്തിന്റെ കലവറകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. അല്ലാഹ് ഇന്നലെയില്ല, ഇന്നില്ല, നാളെയില്ല. പടച്ചവന് മിനിങ്ങാനില്ല, മറ്റന്നാളില്ല. അല്ലാഹ് തിങ്കളില്ല, ചൊവ്വയില്ല, ബുധനില്ല, വേഴനില്ല, വെള്ളിയില്ല, ശനിയില്ല, ഞായറില്ല. അല്ലാഹുവിന് ഒന്നുമില്ല. എല്ലാം അവന്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, നീ നിന്റെ ജീവിതത്തിൽ എമ്മാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോ, ആഭാസത്തരങ്ങൾ കാട്ടിക്കൂട്ടുമ്പോ, നീ എന്ത് തിന്മകൾ ചെയ്തിരുന്നാൽ നിന്നോടൊപ്പം അല്ലാഹുണ്ടെന്ന കാര്യം മറന്നുപോയോ? അല്ലാഹുണ്ടെന്ന കാര്യം നീ മറന്നുപോയോ? നിങ്ങൾക്കറിയുമോ, പരിശുദ്ധമായ മദീനയിൽ നിന്നും മക്കയിലേക്ക് യാത്ര തിരിച്ചു ആരെന്നറിയുമോ? ഇന്ന് മക്കയിൽ നിന്നും മദീനത്ത് യാത്ര പോകുമ്പോ ശീതീകരിച്ച വാഹനമല്ലേ
നമ്മുടെ മുമ്പിൽ ഡോറ് തുറക്കപ്പെടുന്നത്. അതിനകത്ത് സുഭിക്ഷമായ ഭക്ഷണമുണ്ടല്ലോ, അതിനകത്ത് മുഴുവൻ സൗകര്യ സംവിധാനങ്ങളുമുണ്ടല്ലോ. എവിടെ നിങ്ങൾക്ക് വേണമെങ്കിലും നിർത്തിത്തരും, എവിടെ നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞാലും ഡ്രൈവർ വണ്ടി തിരിച്ചുവിടും. പക്ഷേ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള സുന്ദരമായ സുസജ്ജമായ ദേശീയ പാതയില്ലാത്ത സമയത്ത്, അങ്ങനെ ഒരു സംവിധാനമില്ലാത്ത സമയത്ത് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബാക്കളായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടി യാത്ര ചെയ്യുകയാണ്. ഈ സംഭവം ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. മദീനത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. മക്കയിലേക്കാണ് യാത്ര തുടങ്ങിയത്. ആരാണ് യാത്ര പോയത്? മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോ അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം അവരുടെ കയ്യിലില്ല, അവർക്ക് ആവശ്യമായ ഭക്ഷണമില്ല, അവർക്കൊരു ചുവട് പോലും മുന്നിലോട്ട് മാറ്റാൻ കഴിയുന്നില്ല, അവർക്കൊരു ഇഞ്ച് പോലും മുമ്പോട്ട് നടക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും ക്ഷീണിച്ചു പോയി, രണ്ടുപേരും പരവശരായി പോയി, രണ്ടുപേരും പൈതാഹമടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. അവിടെ ആരാ വെള്ളം കൊടുക്കുക? അവിടെ ആരാണ് ഒരു തുള്ളി വെള്ളം കൊടുക്കുക? അവിടെ ആരാണ് ആവശ്യമായ ഭക്ഷണം കൊടുക്കുക? ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ. അവരെ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് മലഞ്ചെരുവിലൂടെ നോക്കിയപ്പോൾ ഒരാൾ ആട്ടിൻപറ്റങ്ങളയുമായി വരികയാ. ആട്ടിൻപറ്റങ്ങളെയും പിടിച്ചു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദാഹത്തിന്റെ വേദന കൊണ്ട് പൈതാഹമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ തൊണ്ട പൊട്ടിക്കീറുന്ന സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് ഓടുകയാ. എന്നിട്ട് ആട്ടിടയനോട് പറഞ്ഞെന്തെന്നറിയോ? സഹോദരാ, സഹോദരാ, ഒരാടിനെ തരുമോ, ഒരാടിനെ തരുമോ? എത്ര വില വേണമെങ്കിലും ഞങ്ങൾ തന്നേക്കാ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തന്നേക്കാ, ഒരാടിനെ തരുമോ എന്ന് ചോദിക്കുമ്പോ ആട്ടിടയന്റെ മറുപടി എന്തെന്നറിയോ? ഇല്ല, ഇതിൽ നിന്നൊരാടിനെ പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ വേണ്ട, അതിൽ നിന്ന് കുറച്ച് പാല് കറന്നു തരുമോ? ഒന്ന് ജീവൻ നിലനിർത്താനാണ്, ഒന്ന് കുടിച്ചിട്ട് ഒന്ന് മക്കത്തേക്കുള്ള യാത്ര പോകാനാണ്, ഒരൽപ്പ പാല് കറന്നു തരുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? ഇന്നീ മംലൂക്ക്, ഈ ആട്ടിൻപറ്റങ്ങൾ എന്റെ അവകാശത്തിന്റെ താഴെയല്ല, എന്റെ അവകാശത്തിൽ പെട്ടതല്ല. ഈ ആട്ടിൻപറ്റങ്ങൾ എന്റെ യജമാനന്റേതാണ്, എന്റെ മുതലാളിയുടേതാണ്. ഞാൻ വെറും ഒരു തൊഴിലാളിയാണ്, ഒരാട്ടിടയനാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു തുള്ളി പാല് എനിക്ക് പോലും കുടിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഒരു തുള്ളി പാലും ഞാൻ നിങ്ങൾക്ക് തരൂല. അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? എത്ര ആട്ടിൻപറ്റങ്ങളാ ചെന്നായ പിടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ യജമാനൻ നിങ്ങളുടെ കയ്യിൽ ആട്ടിൻപറ്റങ്ങളെ ഏൽപ്പിക്കുമ്പോ ഇത്ര ആടുകളല്ലല്ലോ, അതിനുശേഷം ആടുകൾ പെറ്റുപിരികിയിട്ടില്ലേ? ആടുകൾ പെറ്റുപെരുകാറുണ്ടല്ലോ, അല്ലെങ്കിൽ ചെന്നായ പിടിക്കാറുണ്ടല്ലോ. യജമാനനോട് ഒന്ന് ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞോട്, ഒന്ന് ചെന്നായ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞോട്. അല്ലെങ്കിൽ തന്നെ യജമാനത് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരാടിനെ ഞങ്ങൾക്ക് തന്നോട്, കുറച്ച് പാല് തന്നോട് എന്ന് ചോദിക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും കുറഞ്ഞ ജോലിയായി നമ്മൾ കാണുന്ന ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ടു പോകുന്ന കേവലം ഒരാട്ടിടയനായ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യന് ആരോരുമില്ലാത്ത തന്റെ യജമാനന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ മലഞ്ചൊരുവിന്റെ മടിത്തട്ടിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ആട്ടിടയന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ യജമാനനെ മറയ്ക്കാൻ എനിക്ക് കഴിയും, എന്റെ യജമാനന്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് കഴിയും, പിന്നെ എന്റെ പടച്ചവനെ മറക്കാൻ, എന്റെ പടച്ചതമ്പുരാന്റെ കണ്ണ് മറയ്ക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, എന്റെ റബ്ബിനെ മറയ്ക്കാൻ എനിക്ക് പറ്റുമോ? ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലെ ഏറ്റവും ചെറിയ ഏറ്റവും കുറഞ്ഞ ഒരു ജോലിയായി നമ്മൾ കാണുന്നത് അത് നമ്മൾ മാത്രമല്ല,
അള്ളാഹുവിന്റെ റസൂലും കണ്ടത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സമൂഹത്തിലെ ഏറ്റവും ദരിദ്ര വിഭാഗത്തിന്റെ തൊഴിലാണ് ആടിനെ മേയ്ക്കുന്നത് എന്ന് റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു? ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ പറഞ്ഞു, ആട്ടിടയന്മാരായ ആടിനെ മേച്ചു നടക്കുന്നവര് യത്തതോവലൂന ഫിൽ ബുനിയാൻ, അവർ വലിയ വലിയ രമ്യഹർമ്മങ്ങളിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞത് ഒരു ഭാഗത്ത് ഏറ്റവും സമൂഹത്തിലെ ദരിദ്രനെ, മറുഭാഗത്ത് അലാമത്ത് സായിൽ പറഞ്ഞത് ഏറ്റവും വലിയ സമ്പന്നനെ. അപ്പൊ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരാളായിട്ട് അഷ്റഫുൽ ഖൽഖ് പോലും പരിചയപ്പെടുത്തിയത് ആട്ടിടയനെയാണെങ്കിൽ ആ ആട്ടിടയന്റെ നാവിൽ നിന്ന് വന്ന മറുപടി എന്താണ്? എന്റെ യജമാനനെ മറയ്ക്കാൻ എനിക്ക് കഴിയും, എന്റെ യജമാനന്റെ കണ്ണുവെട്ടിച്ചും നിങ്ങൾക്ക് ആട്ടിനെ തരാനും ആടിന്റെ പാല് കറന്നു തരാനും എനിക്ക് കഴിയും, പക്ഷേ എന്റെ പടച്ചവനെ മറയ്ക്കാൻ എനിക്ക് പറ്റുമോ? മലഞ്ചെരുവിലും പടച്ച തമ്പുരാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നമ്മളോടൊപ്പം ഏത് സമയത്തും എവിടെ നമ്മൾ പോയാലും നമ്മളോടൊപ്പം റബ്ബുണ്ട്. ഇതൊക്കെ റബ്ബ് കണ്ടിട്ട് സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലൂ യൗമൽ ഖിയാമ, സൂറത്തുൽ മുജാദല 17-ാമത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞു, നാളെ പരലോകത്ത് എല്ലുമ്പോ റബ്ബ് എല്ലാം അങ്ങോട്ട് തുറന്നു പറഞ്ഞു തരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ വാക്ക് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടിമയോട് ചോദിച്ചു, ആട്ടിടയനോട് ചോദിച്ചു, നിങ്ങളുടെ യജമാനന്റെ വീടെവിടാ? അത് ഇന്ന സ്ഥലത്താണ്. കൂടെ പോയി, നിങ്ങൾ കേൾക്കണം, കൂടെ പോയി. എന്നിട്ട് യജമാനനോട് ചോദിച്ചു, ഈ അടിമയെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? ഈ അടിമയെ നിങ്ങൾ വിൽക്കുന്നുണ്ടോ? വിൽക്കാം. എത്ര രൂപ വേണം? അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട്, മോഹവിലയായതുകൊണ്ട് വലിയ വില പറഞ്ഞു. അത്രയും വില രണ്ടുപേരും കൂടെ കൊടുത്തിട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ട് പറയുകയാണ്, അല്ലാഹു നിനക്ക് ദുനിയാവില് ഈ ഒരൊറ്റ വാചകം, അല്ലാഹുവിനെ ഞാൻ മറക്കുന്നത് എങ്ങനെയാ എന്ന നിന്റെ ഒരൊറ്റ വാചകം കൊണ്ടാണ് ഇപ്പോ നീ മോചിപ്പിക്കപ്പെട്ടത്. ഈ വാചകം കൊണ്ട് തന്നെ നാളെ റബ്ബിന്റെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായിട്ട് പറയുകയാണ്. ഇത് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരാൻ ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഏത് പ്രവൃത്തി നമുക്കറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? പടച്ച തമ്പുരാനെ കണ്ണുവെട്ടിച്ച് അള്ള പറഞ്ഞല്ലോ, നിനക്ക് കള്ളു കുടിക്കണോ? ഇഷ്ടം പോലെ കുടിച്ചോ, ഒരു കുഴപ്പമില്ല, ഇത്ര ഭാഗം എടുത്താലും നെറ്റിയിട്ട് കളയണ്ട. കള്ളു കുടിക്കണോ? ഇഷ്ടം പോലെ കുടിച്ചോ. പെണ്ണ് പിടിക്കണോ? ധൈര്യമായിട്ട് പിടിച്ചോ. പലിശ വാങ്ങണോ? വാങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അള്ളാഹു അനുവാദം തന്നിരിക്കുകയാണ്, പടച്ചോ അനുവാദം തന്നിരിക്കുകയാണ്. കള്ളു കുടിക്കണമെങ്കിൽ കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കണമെങ്കിൽ പെണ്ണ് പിടിക്കാം, എന്തു വേണോ നമുക്ക് ചെയ്യാം. പക്ഷെ അള്ളാഹു ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ്? ഞാൻ കാണാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നു വേണം ഇതൊക്കെ ചെയ്യാൻ. അള്ളാഹു കാണാത്ത ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും ഏത് തിന്മകൾ ചെയ്താലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പടച്ചവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അൽഹംദുലില്ലാ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ കഴിയും. ഇത് റജബ് മാസത്തിന്റെ അവസാനത്തതിന് മുമ്പുള്ള 3 ദിവസം മുമ്പുള്ള രാവിലാണ് നമ്മളുള്ളത്. ഇനി ശഅബാൻ മാസം നമ്മുടെ മുമ്പിൽ, അത് കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലം റമളാൻ നമ്മുടെ മുമ്പിലെത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക, ഈ റജബ് മാസത്തിൽ നമ്മൾ 26 പകലുകൾ കഴിഞ്ഞ് 27ാമത്തെ രാവിലെ നമ്മൾ എത്തി. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം നമ്മൾ ഉണ്ടാക്കി? നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി? കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രഭാഷണം കഴിഞ്ഞിട്ട് കൊടിഞ്ഞിയിൽ ഫൈസലിന്റെ നാട്ടിലെ 2ാമത്തെ പ്രഭാഷണത്തിന് വേണ്ടി വരുമ്പോൾ എന്റെ കൂടെ വണ്ടിക്കകത്ത് വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇടതുഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാണ്, തൊപ്പി വെച്ചുകൊണ്ടൊരാള് ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയോ? അളിയ അസർ നിസ്കാരത്തിന് അവ്വൽ തക്ബീറിലുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹൊക്കെ കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞ് കയ്യും പിടിച്ച് മുത്തിയിട്ട് പുറത്തിറങ്ങിയപ്പോ തൊപ്പിയെടുക്കാൻ മറന്നുപോയി. അതേ തൊപ്പിയോടുകൂടി
വന്നു നിന്ന സ്ഥലം എവിടെയാ? ബിവറേജിന്റെ മുൻപിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ വരുന്നു എന്ന ഒരു ബോധം നമ്മുടെ നാട്ടിലുണ്ടോ? പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിനൊന്നുമല്ല, നമ്മളൊക്കെ ഇന്നലത്തെ കുട്ടികളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റമളാൻ മാസത്തിന്റെ മുന്നോടിയായി പള്ളികൾ കഴുകുമായിരുന്നു, വീടുകൾ കഴുകുമായിരുന്നു, എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ സ്വീകരിക്കുമായിരുന്നു റമളാൻ മാസത്തെ. ഇന്നോ അള്ളാഹുവേ പിറ കണ്ടു എന്ന് തൊടിയൂർ ഉസ്താദിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ റമളാൻ പെട്ടെന്നെത്തിയോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു. എന്താ കാര്യം? നമുക്കൊരു തയ്യാറെടുപ്പുകളുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. പിറ കണ്ടെന്നറിഞ്ഞപ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് ഇനിയെങ്കിലും നിസ്കാരം തുടങ്ങണം. റമളാനിൽ മാത്രം ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നു, ലാ യഅ്ബുദൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ മാത്രം റബ്ബിനെ ഇബാദത്ത് എടുക്കുന്ന ഒരു കാലം വന്നാൽ ദാലിക അലാമത്തുസ്സാഅ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. റമളാൻ മാസത്തിൽ പള്ളിയുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയൊക്കെ ഒരു കാലം വന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു ജൗറുൽ ഹുക്കാം, ഭരണകൂട ഭീകരത ഉണ്ടാകും ആ കാലം വന്നാൽ. ആ ഹദീസിനെ പറ്റി ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഈ വിഷയം തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കിൻ. എന്താ നമുക്കതിന് പ്രചോദനമാകേണ്ടത്? പൊന്നുമോനെ, ആര് കണ്ടില്ലെങ്കിലും, ഭർത്താവ് കണ്ടില്ലെങ്കിലും, ഭാര്യ കണ്ടില്ലെങ്കിലും, മക്കൾ കണ്ടില്ലെങ്കിലും, നാട്ടുകാര് കണ്ടില്ലെങ്കിലും, പള്ളിയിലെ ഉസ്താദ് കണ്ടില്ലെങ്കിലും, കമ്മിറ്റിക്കാര് കണ്ടില്ലെങ്കിലും, നിന്നെ ആരാണോ നിയന്ത്രിക്കുന്നത് അവര് കണ്ടില്ലെങ്കിലും, എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹുണ്ട്. ഒരു പെണ്ണിനെ നോക്കാത്ത, ഒരു ഹറാമു ചെയ്യാത്ത ഒരു വലിയ മഹാനുണ്ടായിരുന്നു. ആരെന്നല്ലേ? 201 ജീവിച്ചിരുന്ന മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, മഹാനവറുകളെ വെച്ച് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പറയേണ്ടി ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യില്ല, ഒരു ജീവിതത്തിന്റെ യാതൊരു ഹറാമുകളും ചെയ്യൂല. വളരെ പരിശുദ്ധമായ സാത്വികമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്, പരിശുദ്ധമായ ജീവിതമാണ്. ആ മഹാനുഭാവന് 201 ജീവിച്ചിരുന്ന മഹാനാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ ജീവിക്കാൻ? നിങ്ങൾക്ക് വികാരമില്ല, നിങ്ങൾക്ക് മറ്റുള്ള ലൗകിക ചിന്തകളില്ല, ഭൗതികമായ താല്പര്യങ്ങളില്ല, നിങ്ങൾക്ക് യാതൊരു ചിന്തയും ദുനിയാവിനെ പറ്റിയില്ലല്ലോ, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട തൊടിയൂര് നിവാസികളെ, ആ ഒരു മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും. ഏത് തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യം വന്നു കിട്ടിയാൽ, എന്ത് തിന്മകൾ നമ്മൾ ചെയ്താൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതാണ്. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നു. ആ ദുആ കിടക്കാൻ നേരത്ത് 11 പ്രാവശ്യം ഞാൻ ഓടുമായിരുന്നു. ഈ 11 പ്രാവശ്യം ഓടാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുന്ന രാത്രികളാണെങ്കിലും, ഉറക്കമില്ലാത്ത രാവുകളാണെങ്കിലും, ഈ 11 പ്രാവശ്യം ദിക്ർ ചൊല്ലാത്ത എന്റെ ജീവിതം ഒരിക്കൽ പോലും പിറ്റേന്ന് സൂര്യോദയമുണ്ടായിട്ടില്ല. കിഴക്കൻ ചക്രവാളത്തിലും അരുണ കിരണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് ഈ ദുആ ഞാൻ 11 പ്രാവശ്യം ഓടിയിരുന്നു. ഏത് ദുആയാണെന്നല്ലേ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനതൊന്ന് പറയട്ടെ, ഈ സദസ്സിലൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് പറയട്ടെ. കള്ളു കുടിക്കണമെന്ന ചിന്ത വരുമ്പോ, പെണ്ണു പിടിക്കണമെന്ന ചിന്ത വരുമ്പോ, അതുപോലെ പലിശ വാങ്ങണമെന്ന ചിന്ത വരുമ്പോ, കള്ളത്തരത്തിന് കൂട്ടിരിക്കണമെന്ന ചിന്ത വരുമ്പോ, പരദൂഷണം പറയണമെന്ന ചിന്ത വരുമ്പോ, ഏഷണി പറയണമെന്ന ചിന്ത വരുമ്പോ, ഈ മഹാനവറുകൾ പറഞ്ഞ ദുആ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ. ഏത് ദുആയാണെന്നറിയോ? എന്റെ പെങ്ങന്മാരെന്ന് എഴുതിയെടുക്കുമോ? എന്റെ സഹോദരിമാരെന്ന് എഴുതിയെടുക്കുമോ? എന്റെ കുഞ്ഞുമക്കളെന്ന് എഴുതിയെടുക്കുമോ? കാലം വല്ലാതെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ, കാഴ്ചകൾക്ക് മുമ്പല്ലേ നമ്മളൊരു വാർത്ത കേട്ടത്? ഏതെല്ലാം നാടുകളിൽ സ്വന്തം ആങ്ങളെയും പെങ്ങളെയും ശാരീരിക ബന്ധത്തെ ഏർപ്പെട്ടെന്ന് കേട്ടപ്പോൾ അല്ലാഹുവേ, ബന്ധം പോലും മറന്നുപോയല്ലോ എന്ന് നമ്മൾ പറഞ്ഞവരാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും അറിഞ്ഞ ബന്ധം എന്താണ്? ഭാര്യയുടെ അനുജത്തിയുമായിട്ട് പ്രണയത്തിലായി
വയസ്സായ കഥ വായിച്ചു. അവിടെയും നമ്മൾ ഞെട്ടലോടെ കേട്ടി നിന്നു. പിന്നീട് നമ്മൾ അറിഞ്ഞതെന്താണ്? സ്വന്തം പിതാവ് സ്വന്തം മകളെ പീഡിപ്പിച്ച കഥയല്ലേ? അവിടെയും നമ്മൾ കേട്ടു നിന്നപ്പോൾ വിറങ്ങലിച്ചിട്ട് ആശ്വാസത്തിന്റെ ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതെന്താണ്? ഉമ്മായ പീഡിപ്പിച്ചില്ലല്ലോ, മാതാവിനെ പീഡിപ്പിച്ചില്ലല്ലോ. നിങ്ങൾക്കറിയുമോ 34 വയസ്സുകാരി വയറുവേദന വന്നു. 34 വയസ്സുകാരിക്ക് വയറുവേദന വന്നപ്പോ സഹിക്കാൻ കഴിയാതെ വിഷമത്തിലായി അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ബ്ലഡ് പരിശോധിച്ചതിന്റെ റിസൾട്ട് വന്നപ്പോ ആ പെങ്ങൾ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? ഈ സദസ്സിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ തുടങ്ങിപ്പോയെന്ന് പറഞ്ഞോട്ടെ. 34 വയസ്സുകാരിക്ക് വയറുവേദന വന്ന് ബ്ലഡ് പരിശോധിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്താണെന്നറിയുമോ? അവൾ 3 മാസം ഗർഭിണിയാ. 3 മാസം ഗർഭിണിയായ പെണ്ണ് ഞെട്ടിയ ആ പെണ്ണ് ഞെട്ടലോടുകൂടിയിട്ടാണ് ആ കാര്യം അറിഞ്ഞത്. എന്തുകൊണ്ടാണ്? 1.5 വർഷം കൊണ്ട് ഭർത്താവ് വിദേശത്താണ്. ഈ പെണ്ണിങ്ങനെ ഗർഭിണിയായെന്നല്ലേ ആ പെണ്ണിനെ ഭർത്താവ് ചോദ്യം ചെയ്തു. അവളുടെ ചാരിത്രത്തിൽ സംശയിച്ചു. അവൾ സത്യം ചെയ്തു പറഞ്ഞു, ഇല്ല എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളെ ഞാൻ ചതിച്ചിട്ടില്ല, മോശപ്പെട്ട മാർഗം ഞാൻ അവലംബിച്ചിട്ടില്ല. പിന്നെ എങ്ങനാടി നിനക്ക് ഗർഭമുണ്ടായത്? അതെനിക്കറിയില്ല. അവൾ പോലീസുകാരോട് അഭയം പ്രാപിച്ചു. അവസാന പോലീസുകാർ നാട് മുഴുവൻ അന്വേഷിച്ചു, എങ്ങനെയാണ് ഈ പെണ്ണ് ഗർഭിണിയായത്? അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു രീതിയിലും തെളിഞ്ഞു വരാത്ത ഒരു കേസായി പോയി, ചുരുളഴിയാത്ത കേസായി പോയി. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അവൾ സത്യം ചെയ്തു പറഞ്ഞപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവനും കൗൺസിലിംഗിന് വിധേയമാക്കി. അങ്ങനെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോ 14 വയസ്സുള്ള ഒരു പൊന്നുമോനെ നേക്കുകയാ, 14 വയസ്സ് മാത്രമുള്ള ഒരു മകനെ നേക്കുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അമ്മയുടെ കഥയാണ്, എന്റെ ഉമ്മയുടെ കഥയാണ്, എന്റെ മാതാവാണ് ഇതിന്റെ പ്രതിസ്ഥാനത്തുള്ളത്, എന്റെ മാതാവാണ് ഗർഭിണിയായിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ അവന്റെ നേരെ നോക്കിയപ്പോ അവന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ മാതാവിന് ഞാൻ രാത്രിയുള്ള ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കൊടുക്കാറുണ്ട്. എന്നിട്ട് എന്റെ അമ്മയെ മാതാവിനെ ഉറക്കിക്കിടത്താറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മാതാവ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ എന്റെ മാതാവിനെ ഞാൻ ആഴ്ചകളോളം പീഡിപ്പിച്ചു. എന്റെ മാതാവിന്റെ പള്ളയിൽ വളരുന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാണ് എന്ന് 9 ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരനായ മകനെ നേറ്റു പറഞ്ഞെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും പെങ്ങൾ ഈ കഥ കേൾക്കുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കണേ. സീരിയലാണിത് സമ്മാനിച്ചത്, ഇത് സിനിമകളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തീരുമാനമെടുത്തോ. ആര് കണ്ടില്ലെങ്കിലും നമ്മുടെ തിന്മകൾ പടച്ചവനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ദുആ ഒന്ന് ചൊല്ലണേ, ഈ ഒരു ദുആ ഒന്ന് ചൊല്ലണേ. ബന്ധങ്ങൾ പോലും മറന്നുപോയിട്ട്, ബന്ധങ്ങൾ പോലും കാറ്റിൽ പറത്തപ്പെട്ടിട്ട് മുഴുവനും മോശത്തരങ്ങളിലേക്ക് നടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ നേതാക്കന്മാരിൽ നമുക്ക് കാണാൻ കഴിയുന്ന 201 ജീവിച്ചിരുന്ന മഹാനായ സഹീബ് ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു തന്റെ അമ്മാവനെ പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദ് ബിൻ സിബാർ പഠിപ്പിച്ചു കൊടുത്ത ദുആ പറയുകയാണ്. എന്താണ് ദുആ എന്നല്ലേ? അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു നാലിരി, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹു ഷാഹിദി, അവൻ എന്റെ സമീപസ്ഥനാണ്. അല്ലാഹു മഈ, അവൻ എന്നോടൊപ്പം എവിടെയുമുണ്ട്. അതല്ലേ അല്ലാഹു പറഞ്ഞത്, വലാ അദ്നാ മിൻ ദാലിക, എണ്ണം കുറഞ്ഞാലും വലാ തുസറ, എണ്ണം കൂടിയാലും ഇല്ലാഹു മഅഹും ഐനമാ കാനൂ. എവിടെയാണെങ്കിലും അല്ലാഹു അവരോടൊപ്പം ഉണ്ട്. ആ ഒരു ദുആ പതിവാക്കിക്കോളിൻ. അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. കല്ല് പാത്രം നമ്മുടെ കൈ കിട്ടുമ്പോൾ ഈ ദുആ നമ്മുടെ മനസ്സിൽ വരണം. അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു എന്റെ അടുത്തുണ്ട്, അവൻ എന്നോടൊപ്പമാണ്. ഈ ഒരു ദിക്റ്, ഈ ഒരു അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നാൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ വലിയ പാപങ്ങളിൽ എണ്ണിയിരുന്നതൊക്കെയും നമ്മൾ ഇന്ന് ചെറിയ പാപങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവര് ചെറിയ പാപങ്ങളായി കണ്ടതോ
നമ്മൾ ഇന്ന് നെവർ മൈൻഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. മുൻഗാമികളുടെ വലിയ പാപങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ചെറിയ പാപങ്ങളാണ്. അവരന്ന് കണ്ട ചെറിയ പാപങ്ങൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നെവർ മൈൻഡ് ആയിട്ട് കാണുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്, അല്ലേ? അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിന്നോളി. ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും തുറന്നു കാണിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ കോടിക്കണക്കിന് ജനവിഭാഗത്തിന്റെ മുമ്പിൽ നമ്മുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചുവെക്കാൻ ഒരു കാര്യം നമ്മൾ ദുനിയാവിൽ ചെയ്യണം. ഒരൊറ്റ കാര്യം, പരസ്യമാക്കപ്പെടാതിരിക്കാൻ. മൻ സത്തറ മുഅ്മിന സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഏതെങ്കിലും ഒരുത്തന്റെ ഒരു ന്യൂനത കാണുമ്പോൾ അത് നമ്മൾ കൊട്ടിഘോഷിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ ഒരു തള്ളവിരളങ്ങോട്ട് നെക്കിക്കൊടുത്താൽ എത്രയാ? 1,00,000 പോസ്റ്റായി, 1,00,000 ഷെയറായി, 1,00,000 കമന്റായി, 1,00,000 ലൈക്കായി. ഇല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ 1 കോടി ന്യൂനതകൾ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവൻ ആരുമറിയാതെ തന്നെ അങ്ങ് മാച്ചു കളയും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്സവവും നമ്മുടെ ആഘോഷവും നമ്മളൊന്ന് മതിയാക്ക്. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. എവിടെയും റബ്ബ് നമ്മളോടൊപ്പമുണ്ട്. അത് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബാക്കിയുള്ള വിഷയങ്ങൾ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട വിഷയങ്ങൾ ഇനി വരാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒന്ന്, അള്ളാഹു സൂറത്തുൽ മുജാദല 17. അള്ളാഹു നമ്മളോടൊപ്പം ഏത് സമയത്തുമുണ്ട്. ഇനി രണ്ടാമത്തത് ഏതാ? 4 പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്, അത് മറക്കരുത്. രണ്ടാമത്തത് ആരാണ്? അത് സൂറത്തുൽ അഅറാഫ് 17. അള്ളാഹു പറഞ്ഞു ആരാ നമ്മളോടൊപ്പമുള്ള രണ്ടാമത്തെ ആൾ? അറിയോ? ആരാ രണ്ടാമത് നമ്മളോടൊപ്പം എപ്പോഴുള്ള ആളാരാ? അള്ളാഹു തന്നെ പറയട്ടെ, അല്ല പറയുകയാണ്, അള്ളാഹു പറയുകയാ സൂറത്തുൽ അഅറാഫിന്റെ 17-ാമത്തെ ആയത്തിലൂടെ അല്ല പറയുകയാ, പടച്ചതമ്പുരാന്റെ മുമ്പിൽ വന്ന് പിശാച് പറയുകയാണ്, അല്ലാഹുവേ ഹുമ്മലാത്തിയന്നഹും, നിശ്ചയം നിസ്സംശയം ഞാൻ അവരോടൊപ്പമുണ്ട്. അവരുടെ അടുത്ത് ചെല്ലുന്നതാണ്, അവരുടെ ചാരപ്പ് ഞാൻ ചെല്ലുന്നതാണ്. എവിടെയാണ്? മിൻബൈനി ഐദീഹിം, മുന്നിലൂടെയും, മിൻ ഖൽഫിഹിം, പിന്നിലൂടെയും, വൻ ഐമാനിഹിം വൻ ശമാഇലിഹിം, ഇടത്തും വലത്തും ഞാനുണ്ട്, മുന്നിലും പിന്നിലും ഞാനുണ്ട്, എവിടെയും ഞാനുണ്ട്. പടച്ചവനേ, അവരെ ഞാൻ വിടില്ല, അവരെ ഞാൻ വിടില്ല. അവരെവിടെ പോയാലും ഞാൻ അവരോടൊപ്പമുണ്ട്. അവരുടെ മുമ്പിൽ ഞാനുണ്ടാകും, അവരുടെ പിന്നിൽ ഞാനുണ്ടാകും, അവരുടെ വലത്തും ഇടത്തും ഞാനുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. രണ്ടാമത് നമ്മളോടൊപ്പം എപ്പോഴും വരുന്നതാരാണ്? സാക്ഷാൽ ഇബ്ലീസാണ് പ്രിയപ്പെട്ടവര്, ശൈത്താനാണ് പ്രിയപ്പെട്ടവര്. എവിടെയും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എന്റെ പ്രിയപ്പെട്ട സമുദായത്തോട് പ്രൗഢമായ പ്രഭാഷണം നടത്തുകയാ. അല്ലാഹു എവിടെയും കാണും ഇബ്ലീസ് നമ്മളോടൊപ്പം എവിടെയും കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞല്ലോ, എവിടെയാണ് ശൈത്താൻ വരാത്തത്, എവിടെയാണ് പിശാച് വരാത്തത്? അല്ലാഹുവേ കാക്കണേ പടച്ചവനെ, കാക്കണേ പടച്ചവനെ, പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന്, പിശാചിന്റെ വഴികേടിലാക്കുന്നതിൽ നിന്ന് അവർ ചോദിക്കണേ പ്രിയപ്പെട്ടവരെ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാ, ആരാണ് ശഖീഖുൽ ബൽഖി എന്നല്ലേ? ഞാൻ ചുരുക്കി പറഞ്ഞോട്ടെ, നമുക്ക് ചരിത്രം പറയാൻ സമയമില്ല. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാ, ആരാണ് ശഖീഖുൽ ബൽഖി എന്നറിയോ? അദ്ദേഹം ഹാത്തമുൽ അസമിന്റെ ഉസ്താദാണ്. ആരാണ് ഹാത്തമുൽ അസം എന്നറിയോ? ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ഹാത്തമുൽ അസം എന്ന് പറഞ്ഞാൽ, ഹാത്തമുൽ അസം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കണ്ണുപൊട്ടനായ ഹാത്തം എന്നാണ്. അദ്ദേഹത്തിന്റെ പേരുണ്ട് ഹാത്തമുൽ അഅ്മ, കണ്ണുപൊട്ടനായ, കേൾക്കാൻ കഴിയാത്തവനെന്നാണ്, പൊട്ടനെന്നാണ് ഹാത്തമുൽ അസം എന്ന് പറഞ്ഞ. ചെവിടെ കേൾക്കാൻ കഴിയാത്തവനാണ്, മിണ്ടുന്നതും പറയുന്നതും കേൾക്കാൻ
കാണാൻ കഴിയാത്ത ഹാത്തമെന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ഹാത്തമുൽ അഅ്മ, അന്ധനായ ഹാത്തമെന്ന് പേരുണ്ട്. എന്താണ്, എവിടെയാണ് ചെവിട് പൊട്ടുണ്ടോ അദ്ദേഹത്തിന് ചെവിട് പൊട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ കണ്ണിന് അന്ധതയുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹം അന്ധനല്ല, അദ്ദേഹം ചെവിട് പൊട്ടനല്ല. പിന്നെ എന്തുകൊണ്ടാ പേര് കിട്ടിയെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അദ്ദേഹം നടന്നു വരികയാ. നടന്നു വരുന്ന സമയത്ത് കുറെ പെൺകുട്ടികളാ വഴിയരികിൽ നിൽക്കുകയാണ്. അല്ലാഹുവേ, അതുവഴി പോയാൽ പെൺകുട്ടികളെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആത്തമുള്ള സമ്മറിയല്ലാഹുവല്ലോ കണ്ണടച്ചു പിടിച്ചിട്ട് കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. ആ സമയത്ത് കണ്ണ് കണ്ടുകൂടാത്തവനെ നടക്കുന്നത് പോലെ, മറിഞ്ഞു വീഴാൻ പോകുന്നവനെ പോലെ നടക്കുന്നത് കണ്ട് കുറെ ചെറുപ്പക്കാര് ഓടി വന്ന് ഹാത്തമുള്ള സമ്മിന്റെ കൈ പിടിച്ചു. എന്നിട്ട് റോഡിന്റെ മറുവശം കൊണ്ടെത്തിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാര് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണല്ലോ, നല്ല ചെറുപ്പക്കാരനാണല്ലോ, ഇത്ര ചെറുപ്പത്തിൽ നീ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ അങ്ങനെ അന്ധരാക്കല്ലേ അല്ലാ, ഞങ്ങളെ അന്ധരാക്കല്ല റബ്ബ്, ഞങ്ങളെ കണ്ണുപൊട്ടന്മാരാക്കല്ലേ അല്ലാ. ആത്തമുള്ള സമ്മറിയല്ലാഹുന്ന് ഊറിച്ചിരിക്കുകയാ, ഉള്ളിൽ ചിരിക്കുകയാ. കാര്യം എന്താണ്? ഹാത്തമറിയല്ലാഹുന്ന് അന്ധനല്ലല്ലോ, അദ്ദേഹത്തിന് കണ്ണ് കാണാമല്ലോ. പിന്നെ എന്താണ് കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിച്ചത്? ആ പെണ്ണുങ്ങൾ നിന്നപ്പോ ആ പെണ്ണുങ്ങളെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ അഭിനയിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആത്തമുള്ള സമ്മെന്ന് പേര് കിട്ടിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. ഈ ഹാത്തമുള്ള സമ്മറിയല്ലാഹു തആലാനുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് 30 വർഷത്തോളം ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ശഫീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ശൈത്താന് മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും വരുമല്ലോ. ഇതെങ്ങനെയാണ് വരുന്നതെന്നറിയോ? മുന്നിലൂടെ ശൈത്താൻ വന്നിട്ട് പറയുന്നു, ലാ തഖഫ് ഇന്നല്ലാഹ ഗഫൂർ. മുന്നിലൂടെ ശൈത്താൻ വന്നിട്ട് പറയും. ശ്രദ്ധിക്ക്, നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ? ശൈത്താൻ മുന്നിലുണ്ട്, പിന്നിലുണ്ട്, വലതുഭാഗത്തുണ്ട്, ഇടതുഭാഗത്തുണ്ട്. അള്ളാഹു എവിടെയാ ഉള്ളത്? അള്ളാഹ് എവിടെയാന്ന് പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അങ്ങോട്ട് പ്രസംഗിക്കണ്ട. അള്ളാഹെ പറ്റി പറയാൻ നമ്മളാളല്ല. അള്ളാഹെ പറ്റി നമുക്കൊന്നേ പറയാനുള്ളൂ. എന്താ? പടച്ചവരെ, നിന്നെപ്പറ്റി ഞങ്ങൾക്കൊന്നും അറിയില്ല. നിന്നെപ്പറ്റി ഞങ്ങൾ പഠിച്ചതിന്റെ ഏറ്റവും വലിയ പാരമ്യത എന്ന് പറയുന്നത് നിന്നെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല എന്ന് മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ആ അറിവേ ഞങ്ങൾക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് എവിടെയാ ഉള്ളത്? എല്ലാ സ്ഥലത്തും. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. ബ്ലഡ് സർക്യൂട്ട് എവിടെയുണ്ടോ അവിടെയൊക്കെ ശൈത്താനുണ്ട്. നമ്മൾ തമ്മിൽ വഴക്ക് കൂടുമ്പോഴേ, പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഉണ്ടോന്നറിയില്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് സമയമില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സമയമില്ലല്ലോ. അവർക്ക് നമ്മളൊക്കെ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലും 3 കൊല്ലം നമുക്കുണ്ടായിരുന്ന ടെക്സ്റ്റും അതുപോലെ തന്നെ ബുക്കുമാണ് ഇന്നത്തെ LKG കുട്ടികൾ കൊണ്ടുപോകുന്നത്, അല്ലേ? അവരുടെ തോളത്ത് തൂക്കിക്കൊടുക്കാണ് ജീവിതത്തിന്റെ മുഴുവൻ ഭണ്ഡാരവും, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് സമയമില്ല. പണ്ടൊക്കെ വഴക്കൂടുമ്പോ കുട്ടികൾ എവിടെ തൊടാനാ പറയുന്നത്? പറയും. ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ തൊടാനാ? ഒന്ന് പറയും. ഇവിടെ അങ്ങനെ പറയില്ല. ധൈര്യം ഉണ്ടെങ്കിൽ തൊടറാ എന്ന് പറഞ്ഞാൽ എവിടെ തൊടാൻ പറയുന്നു? എവിടെ തൊടാൻ പറയുന്നു? പറഞ്ഞോളി, അത് തന്നെ. ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ, മക്കൾ എവിടെ തൊടാനാ പറയുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ മൂക്കി തൊടറാ. ധൈര്യം ഉണ്ടെങ്കിൽ മൂക്കി തൊറ. എന്താ കാര്യം? ആദരവായ പ്രവാചകൻ പറഞ്ഞു, 2 പേര് തമ്മിൽ വഴക്ക് കൂടിയാൽ ശൈത്താൻ അവന്റെ മൂക്കിൽ ഊതിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയത്താണ് മൂക്കിൽ ഒരു ചുറച്ചിൽ വരും. അപ്പാണ് പറഞ്ഞ മൂക്കി തൊറ ധൈര്യം ഉണ്ടെങ്കിൽ. മൂക്കിത്തോടെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈത്താൻ നമ്മളെ വലയം വെച്ച് നിൽക്കുകയാണ്. മുന്നിലുണ്ടാകും, പിന്നിലുണ്ടാകും, വലത്തും ഇടത്തും ഉണ്ടാകും. മുന്നിലൂടെ ശൈത്താൻ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ പഠിക്കണം. ശൈത്താനെ പറ്റി നമ്മൾ പഠിക്കണം. നമ്മളിപ്പോ ശൈത്താന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലേ? ആരോഗ്യമില്ലാത്തവനെ എഴുന്നേറ്റ് പറയും, അല്ലേ? എന്റെ കൂടെ ഉംറയ്ക്കുന്നുണ്ട് സഹോദരങ്ങൾ ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഉംറയ്ക്ക് പോയപ്പോ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, നമ്മളെ അമീർ എല്ലാ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കൂട്ടത്തില്
അബൂജഹലിന്റെ വീട് ഇപ്പൊ ബാത്റൂമാണല്ലോ, അതും കാണിച്ചു കൊടുത്തു. ഈ പ്രായമുള്ള മനുഷ്യൻ ഒരു ഉംറ ചെയ്തിട്ട് റൂമിൽ കിടക്കുന്ന മനുഷ്യനാണ്. ഇയാൾക്ക് ഇത് ആലോചന പറഞ്ഞിട്ട് ചാടി കഴിഞ്ഞിട്ട് രാവിലെ സുബഹി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിൽക്കുന്നു, പള്ളിയുടെ മുറ്റത്ത്. എന്നാന്ന് വെച്ചവൻ പറയുന്നു, എനിക്ക് അബൂജഹലിന്റെ വീട്ടിൽ പോയി നല്ല കാര്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യണം. അബൂജഹലിനോട് അത്ര വൈരാഗ്യമാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ വായും തുറന്നിരിക്കും, ഉമർ എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടിയിരിക്കും, ഉസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിക്കും ഇത് ഏത് ഉസ്മാന്റെ കഥയാണ്, ശൈത്താൻ എന്ന് പറഞ്ഞാൽ അല്ലേ? നമുക്ക് അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു മനസ്സാണ് നമുക്കുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പാവപ്പെട്ടവന്റെ പേരൊക്കെ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നത്? നമുക്കെന്ത് യോഗ്യതയാ ഉള്ളത്? നിങ്ങൾക്കറിയോ, ഒരു ദിവസം ഒരാൾ നടക്കാൻ ഇറങ്ങി. ഒരു ചരിത്ര ഗ്രന്ഥത്തിലാണ്, ബുഖാരിയിലൊന്നുള്ള കഥയൊന്നുമല്ല ഈ പറയുന്നത്, എന്നാലും കേട്ടോളി. നമ്മുടെ അവസ്ഥയും ഇബ്ലീസിന്റെ അവസ്ഥയും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഷഅബാനൊക്കെയല്ലേ വരുന്നത്. നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോട്ട് ശൈത്താൻ കൂടെ വന്നു. ഒരാൾ ശൈത്താനെന്നാണെന്ന് അറിയില്ല ഇയാൾക്ക്, ഈ വന്ന ശൈത്താനാണെന്ന് അറിയില്ല. അങ്ങനെ കൂടെ കൂടിയിട്ട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടോ? ശരി, രണ്ടുപേരും യാത്ര തുടർന്നു. കുറെ നേരം കഴിഞ്ഞ് രണ്ടുപേരും നടന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇതിനിടയിൽ പരസ്പരം പരിചയപ്പെടുന്നില്ല. രണ്ടുപേരും നടന്ന് അവസാനം രാത്രി കിടക്കാൻ വേണ്ടി കിട്ടി. രാവിലെ നടക്കാൻ ഇറങ്ങിയ ആള് കിടക്കാൻ വേണ്ടി പായ വിരിച്ചപ്പോ ഈ രണ്ടാമത് വന്നു കൂടിയത് ഇബ്ലീസ് ആണെന്ന് ഇയാൾക്കറിയില്ല. ഇബ്ലീസ് പെട്ടെന്ന് അയാളോട് പറഞ്ഞു അത്രേ, ശരി എന്നാ ഞാൻ പോവാം, ഇനി നിൽക്കൂല. പായ വിരിച്ചപ്പോഴാണ് അവ ചോദിച്ചു, നീ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? നീ ആരാന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അവൻ പറഞ്ഞു, ഞാൻ ശൈത്താനാ. അന്ന് നീ പെട്ടെന്ന് പോകുന്നത് എന്താ? നീയാണോ ശൈത്താൻ? നീ എന്താ പെട്ടെന്ന് പോകുന്നത്? അത് ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിലാണ് ഈ കോലത്തിലായത്. അതും അല്ലാഹ്ക്കല്ല, ഒരു പടപ്പിന്റെ മുമ്പിലാണ്. പടച്ചോന് ഞാൻ അപ്പോഴും പറഞ്ഞു വേണമെങ്കിൽ സുജൂദ് ചെയ്യാമെന്ന്. അവൻ പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല. ആ ഒരു ചെറിയ തെറ്റ്, അതും ഒരു സുജൂദ്. നിന്റെ കൂടെ ഞാൻ രാവിലെ കൂടിയതാണ്. നീ സുബഹി നിസ്കരിച്ചില്ല, ളുഹർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല. കിടക്കാൻ വേണ്ടി പായ വിരിച്ച്, അളിയാ ഇനി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല, ശിക്ഷ ഇറങ്ങിയ. ശൈത്താൻ നിസ്കാരമില്ലാത്ത കഴുതയുടെ മുമ്പിൽ നിന്ന് ഒരൊറ്റ ഓട്ടമെന്ന എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശൈത്താൻ പറഞ്ഞാണ്ട മുസാഫത്ത് ചെയ്ത് കൈപിടിച്ച് മുത്തിയിട്ട് പോകണം നമ്മൾ. കാരണം അവൻ ഒരു സുജൂദേ ഒഴിവാക്കിയിട്ടുള്ളൂ, അതും അല്ലാഹുവിന്റെ മുമ്പിലല്ല. നമ്മളോ കാറ്റടിച്ചു വീണാ പോലും പടിഞ്ഞാറ് നേരെ വീഴൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിസ്കാരമില്ല. പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? പള്ളികൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല, ഒരു കുറവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും പ്രൗഢിയേ മാത്രമഫലമെന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചകൾ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ചുമക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. കാണാവല്ല താജ്മഹൽ, കുത്തബ് മിനാർ, ഡൽഹി ജുമാ മസ്ജിദ്, എന്തോരഴകാണ്. നിസ്കരിക്കണമെങ്കിലോ, ജുമയ്ക്ക് നിസ്കരിക്കണമെങ്കിലും പ്രാവുണ്ടാവണം. വേറെ ആരുമില്ല. കുറെ പ്രായം തികഞ്ഞ ഉപ്പാപ്പന്മാര് മാത്രമുണ്ട് പള്ളിക്കകത്ത്, ഇല്ലേ? ഇത് ജലിയെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, മവാഹിബുൽ ജലിയെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് പഠിച്ചത് എന്റെ നാട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ നാട്ടിലെ മനോഹരമായ പരവൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനത്തിന് ആദരണീയനായ തഴവ ഉസ്താദ് വഅദ് പറയാൻ വേണ്ടി വരുമ്പോൾ റൂമിനകത്തിരുന്ന് ഞങ്ങളുടെ പനവൂരത്തെ ആളുകൾക്ക് വേണ്ടി ഒരു പാട്ടുണ്ടാക്കി തന്നിട്ടുണ്ട്. പനവൂരും തഴവ ഉസ്താദും. അത് ജലിയിൽ കാണൂല, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് ജലിയുണ്ട്, ഞങ്ങൾക്ക് ആ ഒരു 15 വരി ബൈത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു മനോഹരം തന്നെയാണ്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. പശുവിന് പാലില്ലെങ്കിൽ പിന്നെ വല്ല ഗുണമുണ്ടോ? നമുക്ക് അറക്കാൻ പോലും നമ്മൾ ഉപയോഗിക്കൂല, അല്ലേ? നമ്മളൊരു കടയിൽ കയറിയിട്ട് പശുവാണ് ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ കടലക്കറിയമ്മ ചെന്നുകൊണ്ട് ഓടും, ഇല്ലേ? ഇപ്പൊ ചിലർ പറയുന്നത് നമ്മൾ പശു നിറക്കാൻ വേണ്ടി നടക്കാന്ന്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ശൈത്താൻ നമ്മളോടൊപ്പം ഏത് സമയത്തും ഉണ്ടാകും. ഈ ശൈത്താൻ നമ്മുടെ മുന്നിലൂടെ വന്നിട്ട് പറയുന്നത് എന്തെന്നറിയോ? ലാ തഖഫ് ഇന്നല്ലാഹ ഗഫൂർ. എടാ, നീ എന്തിനു പേടിക്കണം? അല്ലാഹ് പുറത്തു വരും. അപ്പോഴാണ് നമ്മൾ കള്ളു കുടിച്ചിട്ട് പറയുന്നത്, അളിയ അല്ല ഇതൊക്കെ അങ്ങ് കണ്ണടയ്ക്കൂടാ.
അതാരാ പറയിപ്പിച്ചത്? ശൈത്താൻ. എവിടെ കൂടെ? മുന്നിൽ കൂടെ വന്നു അല്ലേ? മുന്നിൽ കൂടെ വന്നിട്ട് പറയുന്ന കള്ളു കുടിക്കടാ, പെണ്ണു പിടിക്കടാ, എന്ത് വേണോ ചെയ്യടാ, പലിശ വാങ്ങടാ, നീ എന്തിനു പേടിക്കണം, അല്ലാഹു പുറത്തു തരുമല്ലോ. ഇന്നല്ലാഹ ഗഫൂർ, അല്ല പൊറുക്കുന്നവനാണ്, പേടിക്കണ്ട പേടിക്കണ്ട, പടച്ചവനെ പുറത്തു തരുമെന്ന് മുന്നിലൂടെ വന്ന് ശൈത്താന് പറയുമെന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്. തഫ്സീർ ഖാസിന് പരിശോധിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ കാണാ. വലത് പിറകിലൂടെ വരുന്ന ശൈത്താന് പുറകിലൂടെ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? എന്റെ മക്കള് ദാരിദ്ര്യത്തിലായി പോകുമെന്ന് ഭയപ്പെടുത്തും. ശൈത്താൻ പിന്നിലൂടെ വന്നിട്ട് പറയണ്ട, നീ പള്ളിക്ക് വേണ്ടി ഇതൊക്കെ കൊടുത്താലേ, അതാണ് എഴുന്നേറ്റ് 10,000 രൂപ പറയുന്ന തൊടിയൊരു പള്ളിയിൽ എഴുന്നേൽക്കുമ്പോ പുറകിലൂടെ പിടിച്ചിരുത്തിയിട്ട് പറയണ്ട, അവിടെ ഇരി, നീ 10,000 രൂപ പള്ളിക്ക് കൊടുത്താലേ നിന്റെ മക്കൾക്കാര് കൊടുക്കും. ഇവര് വരുവോ? ഇവര് വരുവോ? നിന്റെ മക്കൾക്കാരാ കൊടുക്ക. അപ്പൊ ബാക്കിലൂടെ വന്ന് പിടിച്ചിരുത്തുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ശൈത്താന്റേതാണ്. എന്താ പറയുന്നത്? എടാ, നീ പള്ളിക്കും ഇതുപോലെ തന്നെ മദ്രസയ്ക്കൊക്കെ കൊടുത്താൽ നിന്റെ മക്കൾക്ക് ഇതാര് കൊടുക്കും എന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തെ പറ്റിയിട്ട് പിന്നിലൂടെ വന്ന് ശൈത്താൻ ഉത്ബോധനം നടത്തുമെന്ന് മഹാനായ ശഖീഖുൽ ബൽഖി വലതുഭാഗത്ത് കൂടി വന്ന് ശൈത്താന് പറയുമത്രേ. ഇങ്ങനെ വന്ന് പുകഴ്ത്തി പറയും നിന്നെ. എടോ, നിന്നെ പോലെ ഇൽമുള്ളവന് വേറെയില്ല, നിന്നെ പോലെ ഇൽമു ലോകത്ത് വേറെ ആർക്കുമില്ല. വലതുഭാഗത്തൂടെ ശൈത്താൻ വന്ന് പറയും അല്ലേ? നിന്നെ പോലെ ഇത്രയും നല്ല പ്രസംഗിക്കുന്നവൻ ലോകത്ത് വേറെ ആരാ ഉള്ളത്? അപ്പയ്യം വാങ്ങ പൊങ്ങും. പിന്നെ ഉസ്താദന്മാരെ കണ്ടാലും വലിയ അഹങ്കാരമാണ്. പിന്നെ അവന്റെ നടത്തത്തിന് മാറ്റം വന്നു. പിന്നെ അവന് കണ്ടാ എഴുന്നേക്കൂല. ആലിമീങ്ങളെ കണ്ടാ പുച്ഛമാണ്. കാരണം എന്താ? ഇവന് 10 പേര് ബഹുമാനിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ ഏതോ ഒരു തലതെറിഞ്ഞ ചക്കം പറഞ്ഞു കൊടുത്തു, ഉസ്താദെ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തെ ഏറ്റവും വലിയ ആലിമുള്ള എല്ലാമായും എന്ന് പറഞ്ഞപ്പോ പിന്നെ കാക്കാങ്ങ് എളിഞ്ഞു. പിന്നെ കാക്കാക്കങ്ങ് എളിച്ചിൽ വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ സദഖ കൊടുക്കുന്ന ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്തായി? എന്നാ പിന്നെ 10 പാക്കറ്റോടെ കഴിക്കോ എന്നായി. ഈ രണ്ടാമെന്ന് പറഞ്ഞ 10 പാക്കറ്റിനോ? ലോകമാന്യതയുടെ തിന്മ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പാടി പുകഴ്ത്താൻ നമ്മുടെ വലതുഭാഗത്ത് നിന്ന് ശൈത്താൻ വരുമെന്ന് മഹാനായ ശഖീഖുൽ ബൽഖി. ഇനി ഇടതുഭാഗത്തൂടെ വരുന്ന ശൈത്താനോ? ദുനിയാവിന്റെ ശീതളിമയെപ്പറ്റി നിന്നോട് പറയുന്നത്, ദുനിയാവിന്റെ രസങ്ങളെപ്പറ്റി നിന്നോട് പറയുന്നത് ഇടതുഭാഗത്തൂടെ വരുന്ന ശൈത്താനാണ്. അങ്ങനെയാണ് പൊന്നുമോനെ ദുനിയാവിന് നീ മുഖം കുത്തി വീണു പോകുന്നത്. അങ്ങനെയാണ് മോശപ്പെട്ട രീതിയിൽ നീ ചെന്ന് വീണു പോകുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനെ അവഗണിച്ചിട്ട് ഇതിനെ പടവെട്ടിയിട്ട് വിജയിക്കാൻ നമുക്ക് കഴിയണം. ആരെപ്പോലെ സഹോദരങ്ങളെ, ആരെപ്പോലെ സുന്ദരനായ ചെറുപ്പക്കാരനാണ്, സുമുഖനായ ചെറുപ്പക്കാരനാണ്. എത്ര അഴകാണ് പറഞ്ഞാൽ രാവിന്റെ പൗർണമിയെ പോലെ വല്ലാത്ത മൊഞ്ചുള്ള, വല്ലാത്ത ലെങ്കുന്ന മുഖമുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ ഒരു ദിവസം തന്റെ വീട്ടിലെ യജമാനത്തി മാടി വിളിച്ചു, ഇങ്ങോട്ട് വാടാചക്ക. ഓടി അടുത്ത് ചെന്നു. അരമനയിൽ കൊണ്ടുചെന്ന് കഥവിന് കുറ്റിയിട്ടു. അകത്ത് കയറ്റിയിട്ട് കഥക് കുറ്റിയിട്ടു. വീണ്ടും അകത്ത് കയറ്റി കഥകിന് കുറ്റിയിട്ടു. ആരാണ് കൊണ്ടുപോയത്? ഏതെങ്കിലും ഒരു വൈരൂപ്യമുള്ള പെണ്ണല്ല. ഏറ്റവും സുന്ദരിയാണ്, സുമുഖിയാണ്, ഏറ്റവും നല്ല കാണാൻ അഴകുള്ളവളാണ്. അതുമാരാണ്? തമ്പുരാട്ടിയാണ്, യജമാനത്തിയാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ, സൗന്ദര്യവാനായ ചെറുപ്പക്കാരനെ ഈ സുന്ദരിയായ പെണ്ണകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു ഈച്ച പോലെ കടന്നു വരില്ല. എന്നിട്ട് ആരമനയുടെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തെ പട്ടുമെത്തയിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ചെറുപ്പക്കാരനോട് പെണ്ണ് പറയുകയാണ്, മാഹിസന ഷെറക, എന്തു നല്ല തലമുടിയാടാ നിനക്ക്, എന്തു നല്ല തലമുടിയാടാ നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഇതെന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ്. രണ്ടാമതാ പെണ്ണ് പറഞ്ഞു, മാഹിസനൈനൈ, നിന്റെ കണ്ണു വല്ലാത്ത കണ്ണ, നിന്റെ കണ്ണു വല്ലാത്ത കണ്ണ. ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ എന്ത് ശുരുവന് ഹൃദി, അതെന്റെ കബലിൽ നിന്ന് ഇളകി പോകാനുള്ളതാണ്. മൂന്നാമതാ പെണ്ണ് പറഞ്ഞു, എന്തോ ഒരു മുഖകാന്തിയാണ് ചെറുപ്പക്കാരൻ.
ചെറുപ്പക്കാരാ നിന്റത്. നിന്നെ കാണാനെന്ത് മോഹമാ, നിന്റെ കാണാനെന്ത് ഭംഗിയാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ വലി തുറാബ്, ഇതും മണ്ണിനുള്ളതാണ്, ഇതും മണ്ണിനുള്ളതാണ്. ആ സമയത്ത് ആ പെണ്ണ് നാലാമത് പറഞ്ഞതെന്തെന്നറിയോ, ഇനി എനിക്ക് കൂതരാൻ കഴിയൂല, എന്റെ ശരീരം വല്ലാതെ ചൂടാവുകയാണ്. ഇന്ന ഫിറാശൽ ഹരീരി മബ്സൂത്ത്, ഇതാ പട്ടുമെത്ത വിരിച്ചിരിക്കുകയാണ്, എന്റെ ശരീരത്തിന്റെ ദാഹമൊന്ന് തീർത്തു തരുമോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെറുപ്പക്കാരനാ കറകന്റെ കൊളുത്തടിച്ചു, പുറത്തേക്ക് ചാടി. ആ പെണ്ണ് പിന്നാലെ കൂടി, വീണ്ടും അടുത്ത കൊളുത്തടിച്ചു, രണ്ടാമത് ചാടി. പെണ്ണ് രണ്ടാമത് കൂടെ കൂടി, അവസാനത്തെ കൊളുത്തുമഴിച്ച് പുറത്തേക്കങ്ങ് ചാടി. പെണ്ണോടി വന്നിട്ട് ജുബ്ബയിലങ്ങ് കയറി പിടിച്ചു, ആ കുപ്പായത്തിലങ്ങ് കയറി പിടിച്ചു. ആ കുപ്പായ കീറിപ്പറഞ്ഞ് ചെറുപ്പക്കാരൻ പുറത്തു ചാടി. എന്റെ പ്രിയപ്പെട്ടവര്, ഈ ചെറുപ്പക്കാരന് എന്താ ചെയ്തത്? പിശാചിന്റെ കരവലയത്തിൽ വീണില്ല, ദുനിയാവിന്റെ ശീതളിമയിൽ വീണില്ല, ലൗകിക ജീവിതത്തിന്റെ ശീതളിമയിൽ വീണില്ല. ആ ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സമയത്ത് തന്നെ പിശാച് വേട്ടയാടിയപ്പോൾ ഓടിച്ചാടിയിട്ട് പുറത്തേക്ക് കടന്നിട്ട് പറഞ്ഞത്, മാതല്ലോ, ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുകയാണ് പിശാചിൽ നിന്ന്. ആ ചെറുപ്പക്കാരൻ പുറത്തു ചാടി. ചെറുപ്പക്കാരെ, ഈ ചെറുപ്പക്കാരന്റെ കഥ ഖുർആൻ പറഞ്ഞു. ഏറ്റവും നല്ല ചരിത്രമെന്ന് പറയുന്നത് യാക്കൂബ് നബിയുടേതല്ല, ഏറ്റവും നല്ല ചരിത്രമെന്ന് പറയുന്നത് മൂസ നബിയുടേതല്ല, ഏറ്റവും വലിയ ചരിത്രമെന്ന് പറയുന്ന ഈസ നബിയുടേതല്ല, ഏറ്റവും വലിയ ചരിത്രമെന്ന് പറയുന്ന ലൂത്ത് നബിയുടേതല്ല. എന്തിനേറെ ഏറ്റവും നല്ല ചരിത്രമെന്ന് പറയുന്നത് മദീനയുടെ മണവാളൻ, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ തുടിപ്പ്, കണ്ണിലെ കൃഷ്ണമണി, നമ്മുടെ ജീവന്റെ ജീവന്, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണോ മരിക്കാൻ തയ്യാറാകുന്നത്, ആരുടെ വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിലാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ പരാജയം സമ്മതിച്ചു പോകുന്നത്, ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാന്റെ ചരിത്രമല്ല, പിന്നെ ആരുടെ ചരിത്രമാണ്? അഹ്സനു ഖസസ് എന്ന് അല്ലാഹു പറഞ്ഞത്. അഹ്സനു ഖസസ്, അടിപൊളി ചരിത്രം. അഹ്സനു ഖസസ്, അടിപൊളി ചരിത്രം. ഇതാരുടെ ചരിത്രമാണ്? ഈ ചെറുപ്പക്കാരന്റെ ചരിത്രമാണ്. അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും ചരിത്രം വിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യായത്തിൽ കൊടുത്തു. വേറെ ഒരു പ്രവാചകന്റെയും വേറൊരു മനുഷ്യന്റെയും ചരിത്രം അപ്പാടെ ഒരു അധ്യായത്തിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ചെറുപ്പക്കാരന്റെ പേര് അധ്യായത്തിന്റെ പേര് തന്നെ കൊടുത്തു. ഈ ചെറുപ്പക്കാരൻ ആരാണ്? പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് പുറത്തു ചാടിയിട്ട്, പിശാചിനോട് വേട്ടയാടിയിട്ട്, പടപൊരുതിയിട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ, മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തും ഇടത്തും നിന്ന് വന്ന പിശാചിന്റെ കഴുപ്പിൽ കപ്പിവെച്ച് മുറിച്ചിട്ട് തന്റെ നൈമിഷികമായ ജീവിതത്തിന്റെ മുഴുവൻ സുഖങ്ങളെയും മുറിച്ചു കളഞ്ഞ ആ സുന്ദരനല്ലേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം. അള്ളാഹു ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നമുക്ക് ആവർത്തിച്ചു പറയാം, 135 പ്രാവശ്യം മൂസ നബിയുടെ പേര് ഖുർആനിൽ പറഞ്ഞു. പല അധ്യായങ്ങളിലാണ് കിടക്കുന്നത്. റസൂലുള്ളാഹിന്റെ ചരിത്രം അധ്യായങ്ങളിൽ പലതിൽ ചിന്തിച്ചിതറി കിടക്കുന്നു. ആദം നബി തൊട്ടെണ്ണി മഹാനായ പ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം പല പല അധ്യായങ്ങളിലാണ്. യൂസുഫ് നബിയുടേതോ ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു ഒതുക്കി, മുഴുവനും അതിനകത്ത് തന്നെ പറഞ്ഞു. അധ്യായത്തിന്റെ പേര് ഈ പ്രവാചകന്റെ പേര് തന്നെ കൊടുത്തു. ആ പ്രവാചകനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമുക്ക് യൂസുഫാകാം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശൈത്താൻ എവിടെയും നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെയുമുണ്ട്, എവിടെയും വരും. നിങ്ങൾ പറയും, ഉസ്താദ് ഇന്ന സ്ഥലത്ത് വരുമോ? ഞാൻ മറുപടി പറയാം, ഹദീസ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞുതരാന്നാ പറഞ്ഞ, അല്ലാതെ ഞാൻ വലിയ ആലിമായത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയും വരും. നിങ്ങൾ നോക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങി റാഹത്തായിട്ട് പള്ളിയിൽ, തൊടിയൂര് പള്ളിയിൽ വരികയാണ്. തൊടിയൂര് പള്ളിയിൽ വരികയാണ്. നമ്മൾ നേരെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നാൽ എവിടെ ആദ്യം പോകുന്നത്? ഒന്ന് പറയും. നേരെ എവിടെ പോകുന്നത്? മനുഷ്യനല്ലേ, മൂത്രമൊഴിക്കണ്ടേ? മൂത്രപ്പര മാറ്റി അല്ലേ? ഇവിടുത്തെ മൂത്രപ്പര മാറ്റിയില്ലേ? മാറ്റി. എങ്കിലും ആ മൂത്രപ്പരയിലേക്ക് ചെല്ലുമ്പോ തന്നെ അവിടെയും അളിയന്മാരിരിപ്പുണ്ട്. ആരാ? ഈ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടര്. കക്കൂസിന്റെ ചാരത്ത് നിൽക്കുന്ന ശൈത്താന്റെ പേര് ഖുബുസ് ഖബായിസ് എന്നാണ്. പേരെന്താ? ഖുബുസ് ഖബായിസ്.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആൺ പെൺ പിശാച്. ചിലര് ആൺ കൊതു പെൺ കൊതു എന്ന് പറയും. അത് മലയാളത്തിൽ വായിച്ചു പഠിച്ചിട്ടാണ്. ആൺ പിശാചും പെൺ പിശാചിൽ നിന്ന് കാവൽ തേടുന്നു പടച്ചവനെ. കക്കൂസിലുള്ള ശൈത്താന്റെ പേര് ഖുബുസ് ഖബായിസ്. അത് കഴിഞ്ഞിട്ട് നേരെ റാഹത്തായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ എവിടേക്കാ വരുന്നത്? പള്ളിക്കകത്തല്ലേ? ഇവിടെ ഉള്ളൊരു ഒന്നു കൊടുക്കൂലി. ഹൗലിന്റെ ഭാഗത്ത് വരും. ഹൗലിന്റെ ഭാഗത്ത് വരും. ഹൗലിന്റെ ഭാഗത്ത് വരുമ്പോൾ ഈ കക്കൂസിയുള്ള ശൈത്താൻ ഇങ്ങോട്ട് വരില്ല. അവന്റെ ഡ്യൂട്ടി അവിടെയാണ്. ഇവിടെ ശൈത്താനുണ്ട്. എവിടെ? ഹൗലിന്റെ ഭാഗത്ത്. ആ ശൈത്താന്റെ പേര് യുഖാലു ലഹു അൽ വലഹാൻ. വലഹാൻ എന്ന ശൈത്താൻ. ഈ ശൈത്താൻ അങ്ങോട്ട് പോകൂല. ഈ വലഹാൻ ശൈത്താൻ എവിടെയാണ്? ഹൗലിന്റെ ഭാഗത്തും കിണറിന്റെ മൂട്ടിലും അതുപോലെ പൈപ്പിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. എവന്റെ ഡ്യൂട്ടി എന്താ? എടാ അവിടെ നനഞ്ഞില്ല, ഒന്നുകൂടെ കോരി ഒഴിക്കട. പ്രത്യേകിച്ച് ഇപ്പൊ വെള്ളമില്ലാത്ത സമയത്ത് കൂടുതലായിട്ട് വരും. അവിടെ കൂടെ ഒന്നുകൂടെ ഒഴിക്കും. എന്നാലും ശരിയായില്ല, ഒന്നുകൂടെ ഒഴിക്കി. നമ്മൾ എന്താ ചെയ്യാ? കാലങ്ങോട്ട് നീട്ടി വെക്കും, ടാപ്പ് അങ്ങ് തുറന്നു വിടും. അപ്പോഴാണ് ഭാര്യ ഫോൺ വിളിക്കുക. അള്ളാന്റെ വെള്ളമല്ലേ അങ്ങ് പൊക്കോട്ടെന്ന് നമ്മൾ കരുതുന്നത്. വീട്ടിലാണെങ്കിൽ തൊട്ട് നനയ്ക്കും. വീട്ടിലാണെങ്കിൽ മക്കൾക്ക് മരുന്ന് കൊടുക്കുന്ന ആ ചെറിയ അതെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? വെള്ളം മുക്കിയിട്ട് കയ്യിലൊഴിച്ചിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ടിഷ്യൂ പേപ്പറിൽ മുക്കിയാ തേക്കുക വീട്ടിലാണെങ്കിൽ. കാരണം കറണ്ടിന്റെ പൈസ കൊടുക്കേണ്ട നമ്മളാണ്. എല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യും. പള്ളിയിൽ വന്നാലോ അള്ളാന്റെ വെള്ളമല്ല ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തുറന്നു വിടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ വസ്വാസ് ഉണ്ടാക്കി, വെള്ളത്തിന്റെ കാര്യത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്റെ പേര് യുഖാലു ലഹു അൽ വലഹാൻ. അത് കഴിഞ്ഞ് നേരെ ബിസ്മി ചൊല്ലി പള്ളിക്കകത്തോട്ട് കയറിയാൽ സഫിലും തൂണിന്റെ മൂട്ടിലും ചുവരിന്റെ താഴെയൊക്കെ ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താന്റെ പേര് യുഖാലു ലഹു അൽ ഖൻസബ്. ഖൻസബ്. നമ്മളെല്ലാരെയും അല്ലേ ഈ പള്ളിക്കകത്തിരിക്കുന്ന ശൈത്താൻ ബാങ്ക് വിളിച്ച ഒരൊറ്റ ഓട്ടമാണ് അല്ലേ? കീഴ്വായി വിട്ടുകൊണ്ടോടും. എന്തിനാ കീഴ്വായി വിടുന്നത്? വേറെ ആരും ഈ ബാങ്ക് കേൾക്കാതിരിക്കാൻ. പക്ഷേ നമ്മൾ ഓടി ഒളിക്കുന്ന ശൈത്താനെ ഇഖാമത്ത് ബാങ്ക് തീരുമ്പോ തിരിച്ചു വരും. വീണ്ടും ഇഖാമത്ത് കൊടുക്കുമ്പോ പോടും. എന്നിട്ട് ഇഖാമത്ത് തീരുമ്പോ ശൈത്താൻ വീണ്ടും വരും. നിസ്കരിക്കുമ്പോ പോവൂല. നമ്മളെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് ദുനിയാവിന്റെ മുഴുവൻ ചിന്തകളും നമ്മുടെ മനസ്സിൽ കുത്തിവെക്കും. ജീവിതത്തിൽ പള്ളി കയറാത്ത ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിന്റെ അന്ന് രാവിലെ നോക്കിയപ്പോ സുബഹിക്ക് പള്ളിയിൽ നിൽക്കുക. ഔവ്വൽ തക്ബീർ. കൂട്ടുക മോദി സാഹിബ് വിളിച്ചിട്ട് ചോദിച്ചു, മൊല്ലാക്ക വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഇതുവരെ പള്ളിയെ കണ്ടിട്ട് 40 കൊല്ലായി ഞാൻ ഇവിടെ വന്നിട്ട്, നീ ഇന്ന് വരെ പള്ളി കയറിയില്ലല്ലോ. മോദി മാമ വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ഒരിക്കലേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഈ കല്യാണത്തിന് ഇനി ആരെ വിളിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ നിസ്കരിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന് കൈകെട്ടുമ്പോ ഇനി ആരെയൊക്കെ വിളിക്കാനുണ്ടെന്ന് ഓർമ്മ മനസ്സിൽ വരും. അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം എന്താ? നിസ്കാരമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അറിയാം, നിസ്കരിക്കാൻ കൈകെട്ടിയാൽ ദുനിയാവിന്റെ ചിന്ത വരും. അങ്ങനെ ചിന്ത കൊണ്ടുവരുന്ന ഒരു ശൈത്താന്റെ പേരാണ് ഖൻസബ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നേ ഈ ശൈത്താൻ ഖൻസബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? ഈ ശൈത്താനെ പിടിച്ചങ്ങ് കെട്ടിയിട്ടു. ആദ്യം കെട്ടിയിട്ടു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ടാണ് അള്ളാന്റെ റസൂൽ ഓർത്തത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ഹബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ ബഅദി. അല്ലാഹുവേ, എനിക്ക് ശേഷം ഈ ജിന്നുകളെയും അതുപോലെ ശൈത്താന്മാരുടെയും അധികാരം മറ്റൊരാൾക്കും കൊടുക്കല്ലേ, എനിക്ക് മാത്രം തരണേ എന്നുള്ള ദുആ ഞാൻ ഓർത്തു. സുലൈമാൻ നബിയോട് എനിക്കൊരു കടമയില്ലേ? അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ആ കാണുന്ന തൂണിൽ കെട്ടിയിട്ടിരുന്നു ശൈത്താനെ. നിങ്ങൾ വരും മുമ്പ് തന്നെ ഞാൻ അങ്ങ് അഴിച്ചു വിട്ടു. എന്റെ സുലൈമാനെ ഓർത്തിട്ട്, എന്റെ ജ്യേഷ്ഠൻ സുലൈമാനെ ഓർത്തിട്ട് ഞാൻ അഴിച്ചു വിട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഞാൻ ആ തൂണിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയുടെ അടുത്ത് നടക്കൂല, നബിയുടെ മുമ്പിൽ നടക്കൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഹൗലിന്റെ ഭാഗത്ത് വരും, ബാത്റൂമിൽ വരും, നിസ്കരിക്കുന്ന സ്ഥലത്ത് വരും. നിസ്കാരം കഴിഞ്ഞ് ഉസ്താദുമായി സംസാരിച്ച് കുറെ നേരം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് രാത്രിയായി 10-11 മണിയായി. അതിനുശേഷം കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് ചെന്നു. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ടല്ലോ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മി ഓതണം. ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മി ഓതണം. ബിസ്മി ഓതിയില്ലെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ജാമഅ റജുലുൻ റഅതഹു വലം യുസമ്മി ഇൻദഹു ശൈത്താനു വലാ യുഹ്നിഹി
അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, ഒരുവൻ തന്റെ ഭാര്യയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവന്റെ ജീവിതത്തിന്റെ ശാരീരിക ബന്ധത്തിന്റെ ഊഷ്മളതയിൽ അവന് ബിസ്മില്ലാഹ് മറന്നുപോയാൽ, തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ അവന് ബിസ്മി മറന്നുപോയാൽ നബി തങ്ങൾ പറയുന്നു, കള്ളം പറയാത്ത തിരുദൂതരെ, ഇന്നേവർ അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും ചുണ്ടിൽ നിന്ന് നടന്നു വീഴാത്ത ആമിനാടെ പൊന്നുമോന് പറയുകയാണ്, നബിതങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുടുംബങ്ങൾ തമ്മിൽ വയല കേൾക്കാമെന്നവരുണ്ട്. വാപ്പായും മക്കളും, വാപ്പായും പെൺമക്കളും, വാപ്പായും ഉമ്മായും ആൺമക്കളും വയല കേൾക്കാമെന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ വ്യാപ്തിയെപ്പറ്റി പറയുന്നില്ല. റസൂലുള്ളാഹി പറയുന്നു, ബിസ്മില്ലാഹ് തന്റെ ഭാര്യയെ സമീപിച്ചു കഴിഞ്ഞാൽ അവനോടൊപ്പം അവന്റെ ശാരീരിക ബന്ധത്തിൽ, അവന്റെ ഭാര്യയോടൊപ്പമുള്ള ശാരീരിക ബന്ധത്തിൽ പിശാച് കൂടി പങ്കാവുമെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന കാശിറാത്തു തുർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ فبأي آلاء ربكما تكذبان. സൂറത്തു റഹ്മാനിലൂടെ അല്ലാഹു പറയുകയാ, സ്വർഗീയ സ്ത്രീകൾ ആരെന്നറിയോ, ഹൂറിയങ്ങൾ ആരെന്നറിയോ, ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, അവരെ ഇന്നേവരെ ഒരു മനുഷ്യനോ ജിന്നുകളോ തൊട്ടിട്ടില്ല, അവരെ സ്പർശിച്ചിട്ടില്ല. ദുനിയാവിലെ പെണ്ണുങ്ങളെയോ കെട്ടിയോ ബിസ്മി അല്ലാതെയാണ് പോകുന്നെങ്കിൽ ശൈത്താൻ കൂടെ അള്ളാന്റെ റസൂല് പറയുന്നു അവനോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. നഊദു ബില്ലാഹ്, പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. നീ എവിടെയാ, നീ എവിടെ പറയണം? ബാത്റൂമിലായില്ലേ, ഹൗലിന്റെ ഭാഗത്തായില്ലേ, നിസ്കാരത്തിലായില്ലേ, ശാരീരിക ബന്ധത്തിലായില്ലേ? അപ്പൊ എന്നാ പിന്നെ ഉസ്താദെ ഉറങ്ങുമ്പം പോവുമായിരിക്കും അല്ലേ? ഉറങ്ങുമ്പം പോവൂല. അള്ളാന്റെ റസൂല് പറയുന്നു, നിന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്ന് 3 കെട്ടങ്ങിടും ശൈത്താൻ. 3 കെട്ട് ശൈത്താനിടും. ഞാൻ ചുരുക്കി പറയാണ്. അള്ളാഹു ഇനി ആകാരം മണിക്കൂറേ നമുക്കുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ശൈത്താൻ 3 കെട്ടിടും. ആ 3 കെട്ട് ശൈത്താൻ അങ്ങിട്ട് കഴിഞ്ഞാൽ നീ എഴുന്നേക്കൂല. കാരണം എന്താ? സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ശൈത്താൻ നിന്റെ അടുക്കൽ വന്നിരുന്നു പറയും, അലൈക ലൈലുൻ ത്വീൽ ഫർഖുത്. ഇനി അരമണിക്കൂറില്ലേ, ബാങ്ക് വിളിച്ചല്ലേ ഉള്ളൂ, അരമണിക്കൂറില്ലേ നിസ്കാരം തുടങ്ങും, അല്പം കൂടെ കിടന്നോ, ഒരു 10 മിനിറ്റ് കൂടെ കിടന്നോ. ഇതാരാ പറയുന്നത്? ഉറക്കത്തിൽ നമ്മുടെ ചാരത്ത് വരുന്ന ശൈത്താനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ശൈത്താൻ വന്നിട്ട് പറയും, അലൈക ലൈലുൻ ത്വീൽ ഫർഖുത്, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, രാത്രി ഇനിയുണ്ടല്ലോ, സമയം ഇനിയുണ്ടല്ലോ എന്ന് പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ചാടി എഴുന്നേറ്റുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, എന്നെ മരിപ്പിച്ച് കടത്തിയിരുന്ന റബ്ബേ, വീണ്ടും എനിക്ക് ജീവൻ തിരിച്ചു തന്നില്ലേ, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞാൽ ഇൻഹല്ലത്ത് അഖദാ, ഒരു കെട്ട് ഒരൊറ്റ പൊട്ടലങ്ങ് പൊട്ടും, ഒരു കെട്ട്. റസൂലുള്ള പറയുന്നു, പിന്നീട് അവന് ഒന്നു ചെയ്താ രണ്ടാമത്തെ കെട്ടുമെന്ന് പൊട്ടുന്നതാ. മൂന്നാമതോ അവന് നമസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടുമോ പൊട്ടുന്നതാണ്. അങ്ങനെ 3 കെട്ടും പൊട്ടിച്ചെറിഞ്ഞ ശൈത്താൻ രാത്രി കെട്ടിയ 3 കെട്ടും പൊട്ടിച്ചെറിയുന്ന മനുഷ്യ, നിനക്ക് വല്ലാത്ത ഉന്മേഷമെന്നുണ്ടാകും. ഇല്ലെങ്കിലോ ശൈത്താനിട്ട കെട്ടും കൊണ്ട് നിന്നാൽ അലസനാണ്. ഇല്ല അസുബാ കസ്ലാൻ, റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ, സാക്ഷാൽ ഇമാം ബുഖാരി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലസനാണ്, എടുത്തിട്ട് അവിടെ കിടക്കും, അവിടെ നിർത്തിട്ട് അപ്പുറത്ത് കിടക്കും, അവിടെ നിർത്തിട്ട് ഇപ്പുറത്ത് കിടക്കും, ഇല്ലേ? അലസൻ, മടിയനാണ്, ഇങ്ങനെ നടക്കും. എന്താ കാര്യം? തലേ ദിവസം ഇട്ട നമുക്കെന്ത് എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചുബാധ, പിശാചുബാധ. നമുക്ക് ഇപ്പോഴും അത് കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്റെ സഹോദര, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ വന്നത് എന്താ?
എന്താ? പിശാചിന്റെ കെട്ട് കൂടി പോയിട്ടാണ്. പിശാചിന്റെ കെട്ട് ഓരോ ദിവസത്തെ കെട്ട് അഴിക്കണ്ടേ? ഇന്ന് ഞായറാഴ്ച രാത്രി കിടക്കുമ്പോ കെട്ടുന്ന കെട്ടല്ല തിങ്കളാഴ്ച രാത്രി കെട്ടുന്നത്. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് 3 കെട്ടും അഴിച്ചാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ കെട്ടുകൂടെ കൂടുമ്പോ 6ആയി, ചൊവ്വാഴ്ചത്തെ കൂട്ടാകുമ്പോ 9ആയി. അപ്പൊ ഈ രാവിലെ 10 മണി വരെ കിടന്നുറങ്ങുന്നവരുടെ തലയിൽ എത്ര കെട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഈ കെട്ടെത്തി ഇവിടെ കിടന്നാൽ ഇവന് തല നോക്കാൻ പറ്റുമോ? അപ്പോഴല്ലേ ഇവൻ അലസനായി പോകുന്നത്, അങ്ങനെയല്ലേ മടിയനായി പോകുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏതു ഭാഗത്തും ശൈത്താൻ വരും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളോടൊപ്പം നമ്മളല്ലാതെ 5 പേരിൽ, നമ്മളോടൊപ്പം നമ്മളെയും കൂട്ടി 5 പേരുണ്ടെങ്കിൽ നമ്മളെ കൂടാതെ 4 പേരിൽ 3-ാമനും 4-ാമനും സൂറത്തുൽ ഖാഫിൽ 17-ാമത്തെ ആയത്ത്. 3 സൂറത്തും മറക്കരുത്. മുജാദല 17, അഅറാഫ് 17, ഖാഫ് 17. അങ്ങനെ 3 സൂറത്തിലായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി. നമ്മളോടൊപ്പം നമ്മളല്ലാത്ത 4 പേര്, 2 പേരെ പറഞ്ഞു. 1 അള്ളാഹ്, 2 ശൈത്താൻ. ഇനി 2 പേരും കൂടിയുണ്ട്. അവരാരാണ്? അതോടെ പറയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് സമയം തീരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 3-ാമത്തതും 4-ാമത്തതും ആരാണ്? ഇത് പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ഉസ്താദുമാരോട് ചോദിച്ച് കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത് പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോ നിങ്ങൾ ഇതുവഴി കേട്ട് ഇതുവഴി കളയുന്ന സ്വഭാവം നിർത്തണം. നമുക്ക് പുതിയ പുതിയ അറിവുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിച്ച് ഇനി ഒരുപാട് നാളെണ്ണം ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. ലോകാവസാനത്തിന്റെ എല്ലാ അടയാളങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, 3-ാമത്തെയും 4-ാമത്തെയും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന 3-ാമനെയും 4-ാമനെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധിയാക്കണം, ഒന്ന് പരിവർത്തനമുണ്ടാക്കണം. നമ്മുടെ മതപ്രസംഗങ്ങൾ പരിവർത്തനത്തിന് വിധേയമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആരാണ് 3-ാമതും 4-ാമതും? അള്ളാഹ് തന്നെ പറയട്ടെ. സൂറത്ത് ഖാഫ് 17 അള്ളാഹ് പറയുന്നു, ഉറക്കം വരുന്നില്ലല്ലോ. 13ഉം 14ഉം അല്ല 3-ാമതും 4-ാമതുമായി ആരാണെന്നറിയുമോ? പടച്ചതമ്പുരാന് പറയുകയാണ്, അല്ലാഹു പറയുന്നു, 2 ഭാഗത്ത് നിന്റെ വലത്തുമിടത്തുമായി എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എന്തിനും തയ്യാറായി 2 പേരിരിപ്പുണ്ട്. റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകരാണ്, അതീദ് എന്ന് പറഞ്ഞാൽ തയ്യാറായി നിൽക്കുന്നവരാണ്. ഒരാളുടെ പേര് റഖീബ്, മറ്റാളുടെ പേര് അല്ല 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 2 പേരും റഖീബാണ്, 2 പേരും അതീദാണ്. ഖബർ ചോദിക്കുന്ന ഒരു മലക്കിന്റെ പേര്, മറ്റേയാളുടെ പേര് അല്ല. ഒരാൾ മുങ്കർ, മറ്റേയാൾ നക്കീറല്ല. 2 പേരും മുങ്കറാണ്, 2 പേരും നക്കീറാണ്. 2 പേർക്കും മുങ്കർ എന്ന പേര് കിട്ടാൻ കാരണം ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് 2 പേർക്കും മുങ്കർ, 2 പേരും നക്കീറാണ്. എന്താ കാര്യം? എല്ലാ മലക്കുകളും മുകളിൽ നിന്ന് താഴോട്ട് വരും. തനസ്സലുൽ മലായിക, മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് മലക്കുകൾ. മലക്കുകളുടെ കേന്ദ്രം ആകാശമാണ്. അവർ താഴോട്ട് വരും. പക്ഷേ 2 മലക്കുകൾ മാത്രം താഴെ നിന്ന് മേപ്പോട്ട് വരും. അവരാരാ? ഈ പറയുന്ന ഖബറിൽ ചോദിക്കുന്ന മലക്കുകളാണ്. അപ്പോ ഇതുവരെ ആര് കാണാത്തത് കൊണ്ട് മുങ്കർ, അടിയിൽ നിന്നും ഭൂമി കുത്തിപ്പൊളിച്ചു വരുന്നത് കൊണ്ട് നക്കീർ. റഖീബ്, അതീദ് എന്ന് പറയുന്ന ഒരാൾ റഖീബും മറ്റേ അതീദുമല്ല. നമുക്ക് വേണമെങ്കിൽ 2 രീതി പറയാം. ഒന്ന് സ്വാഹിബുൽ യമീൻ, വലതുപക്ഷക്കാരനും സ്വാഹിബു ഷിമാൽ, ഇടതുപക്ഷക്കാരനും. കേരള രാഷ്ട്രീയത്തിന്റെ വലതുമിടതുമല്ല ഈ പറയുന്നത്. വലതുഭാഗത്തിരിക്കുന്ന മലക്ക് സ്വാഹിബുൽ യമീൻ, ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിന്റെ പേര് സ്വാഹിബു ഷിമാൽ. വലതുഭാഗത്തിരിക്കുന്നയാൾ നന്മ മാത്രമേ എഴുതൂ, ഇടതുഭാഗത്തിരിക്കുന്നയാൾ തിന്മ മാത്രമേ രേഖപ്പെടുത്തൂ. 2 പേരും റഖീബാണ്, 2 പേരും അതീദാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആ 2 മാലാഖമാര് സർവ്വതും രേഖപ്പെടുത്തുകയാണ്, എല്ലാം നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എവിടെയാണ്? പടച്ചവൻ എവിടെയാ? എപ്പോഴും നമ്മളോടൊപ്പം
നമ്മളോടൊപ്പമുണ്ട് പടച്ചതമ്പുര, എവിടെയും നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ശൈത്താനും നമ്മളോടൊപ്പമുണ്ട്. ശൈത്താൻ എവിടെയാണ്, സർക്യൂട്ടുള്ള എവിടെയാണോ ശൈത്താൻ അവിടെയുമുണ്ട്. എന്നാലും മൂന്നാമതായി നാലാമതായി നമ്മൾ പരിചയപ്പെടുത്തുന്നവർ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത് ഈ രണ്ട് മാലാഖമാരിയ്ക്കുന്നത് തഹ്ത ശരീരി അലൽ ഹനകി, തൊണ്ടയിൽ രോമം കിളിക്കുന്നതിന്റെ അടിയിലാണ് ഈ രണ്ട് മലക്കൾ ഇരിക്കുന്നത് എന്ന് റഖീബത്തീദ് എന്ന പേരുള്ള, എന്ന് പറഞ്ഞാൽ നിരീക്ഷകരും തയ്യാറായി നിൽക്കുന്ന ഈ രണ്ട് മാലാഖമാരുടെ ഇരിപ്പിടം തൊണ്ടയിലും മുടി കിളിക്കുന്നതിന്റെ അടിഭാഗത്താണെന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു. അതവിടെ നിൽക്കട്ടെ, എവിടെ വേണോ അവരിരുന്നോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടാലും കണ്ടാലും ചിന്തിച്ചാലും ഈ രണ്ടു പേര് സാന്നിധ്യമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇത് രണ്ടും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എപ്പോഴും ഉണ്ടാവും അള്ളാഹു, എപ്പോഴും പറയും നമ്മളോടൊപ്പം ഉണ്ടാവും. ശൈത്താൻ എപ്പോഴും എവിടെങ്കിലും മാറി നിൽക്കോ? ഇല്ല. പക്ഷെ ഈ രണ്ടുപേര് രണ്ട് സ്ഥലങ്ങളിലും മാറി നിൽക്കും. അതെവിടെയൊക്കെയാണ്? അല്ലാഹ് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്, ശൈത്താൻ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ മൂന്നാമനും നാലാമനും എപ്പോഴും നമ്മളോടൊപ്പമുണ്ടെങ്കിലും രണ്ട് ഘട്ടങ്ങളിൽ ഈ രണ്ടുപേര് രണ്ട് സന്ദർഭങ്ങളിൽ നമ്മിൽ നിന്ന് ദൂരത്തേക്ക് മാറി നിൽക്കുമെന്നാണ്. അതെപ്പോഴാണ്? ഒന്ന് ഇൻദൽ ഗായിതി വ ഇൻദൽ ജിമാഇ, ഒന്ന് ഭാര്യ ഭർതൃബന്ധത്തിന്റെ ആ ടൈമിലും, രണ്ടാമത് നമ്മുടെ ബാത്റൂമിലോട്ട് കയറുമ്പോൾ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? സംസാരിക്കാതിരിക്കുക. കമ്മിറ്റിക്കാർക്ക് സുഖമില്ലാത്തത് കൊണ്ട് എഴുതി വെച്ചതല്ലത്. പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് കയറിയാൽ മലക്കുകൾ അള്ളാഹുവിന്റെ മാലാഖമാർക്ക് എതിരുള്ള, അവർക്ക് വിയോജിപ്പുള്ള ഒരു കൂട്ടരാണ് ശൈത്താൻ. ഈ ശൈത്താന്മാരുടെ സങ്കേതം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ദുനിയാവിന്റെ ബാത്റൂമുകളാണ്. അവിടെയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ. സ്വർഗവും നരകവും സിറാത്തും ഖബറും പറയുമ്പോൾ ചരിത്രം ഒരുപാടുണ്ട്. അതുകൊണ്ട് ചരിത്രമില്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോകരുത്. ഇത് നിങ്ങളൊന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ഗൗരവത്തോടുകൂടി കേട്ടോളി. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് കാലങ്ങളിൽ നമ്മൾ വീട്ടിനകത്ത് നിന്നാൽ പോലും നമ്മൾ കഴിച്ച ഭക്ഷണം ഒന്ന് വിസർജിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ പുറത്തേക്ക് ഓടുമായിരുന്നു. അതുകൊണ്ടാണ് വെളിക്കിരിക്കുക എന്ന് പറയുന്നത്. ആ കാലം കഴിഞ്ഞു. ഇപ്പൊ പുരയിടത്തിൽ കിളച്ചോണ്ട് നിൽക്കുന്നവന് കക്കൂസി പോകണമെന്ന് തോന്നിയാൽ വീട്ടിനകത്തേക്കാ ഓടുക, അല്ലേ? പഠിച്ചോളി, ബാത്റൂമുകൾ ശൈത്താന്റെ ഭവനമാണ്, ശൈത്താന്റെ സങ്കേതമാണ്. വീട്ടിനകത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾ തുറന്നിടാൻ പാടില്ല. വീട്ടിനകത്ത് ശൈത്താൻ കറങ്ങി നടക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതൊക്കെ അടച്ചിടണം. ആ ശൈത്താന്റെ സങ്കേതമായ, ശൈത്താന്റെ ഭവനമായ ബാത്റൂമിനകത്തോട്ട് മലക്കുകൾ കയറൂല, മാലാഖമാര് കയറൂല. അവര് പുറത്തു നിൽക്കുമെന്നാണ്. ഈ മനുഷ്യനകത്ത് കയറിയിട്ട് സംസാരിച്ചാൽ അവർക്കകത്ത് കയറി നിർബന്ധമായി. എന്തുകൊണ്ടാണ്? അല്ലാഹു അവർക്ക് ഇവിടുത്തെ ഡ്യൂട്ടി എന്താണ്? മായൽഫിലുമിന ഖൗലിന്നില്ല ഈ രണ്ട് മാലാഖമാരുടെ സാന്നിധ്യമില്ലാതെ ഒരു വാക്കും നീ പറയൂല, ഒരു വാക്കാര്യവും നീ ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, മലക്കുകൾ അവർക്ക് കയറാൻ മടിയോടെ പുറത്തു നിൽക്കുമ്പോ ബാത്റൂമിനകത്ത് കയറിയിട്ട് ഞാനും നിങ്ങളും സംസാരിച്ച അവർക്ക് നിർബന്ധമായി അതിനകത്ത് കയറല്. എന്തുകൊണ്ട്? രേഖപ്പെടുത്തുണ്ട്. അതിനകത്ത് കയറിയാ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വിളിച്ചു കയറ്റിയതിന്റെ പേരിൽ മാലാഖമാര് നമ്മളെ ശപിക്കുമെന്ന്. സഹോദരങ്ങളെ, മലക്കുകൾ നമ്മളെ ശപിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാപ്പേക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യ ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സംസാരിക്കണ്ട. സഹോദരങ്ങളെ, അവരെ ബുദ്ധിമുട്ടിക്കല്ലേ. അവരെ രണ്ട് സമയങ്ങളിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ മാറി നിൽക്കുമ്പോ അവരെ വിളിച്ച് നമ്മൾ കയറ്റല്ലേ. അതുകൊണ്ടൊരക്ഷരം നമ്മൾ മിണ്ടാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോടൊപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അള്ളാഹുവും അവന്റെ രണ്ട് മലായികത്തുകളും അതുപോലെ തന്നെ ശൈത്താനും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മുഴുവനും റെക്കോർഡിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന മുഴുവനും ഇപ്പോ കണ്ടില്ലേ സഹോദരങ്ങളെ, നമ്മൾ കണ്ടില്ലേ? നമുക്കിപ്പോ ഒരു CCTV ക്യാമറ
ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ അവിടെ ചെന്നാൽ ഒരു റൂം എടുത്താൽ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കും, ഇവിടെ ക്യാമറ വല്ലതുകൊണ്ടോ. കാരണം എന്താണ്? എന്റെ സഹോദരങ്ങളെ, നമ്മൾ നന്ദി കെട്ടവരാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ നമ്മൾ റൂം എടുത്താൽ നമ്മൾ ബാഗിനകത്തിരിക്കുന്ന കുപ്പി പൊട്ടിച്ച് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൃത്തികെട്ട ഒരു പ്രവണതയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ നോക്കും ഇവിടെ ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ക്യാമറയില്ല എന്ന് കണ്ടാൽ സന്തോഷമായി. ചില റൂമുകളൊക്കെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ബൾബ് ഊരി നോക്കും, ബാത്റൂമിന്റെ ഷവർ ഊരി നോക്കും. ഇതെല്ലാം നമ്മൾ ഊരി നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പൊന്നുമോനെ, നിന്നോടൊപ്പം സർവശക്തനായ പടച്ചതമ്പുരാനില്ലേ? ഇതൊക്കെ രേഖപ്പെടുത്താൻ 2 മലക്കുകളില്ലേ? പിന്നെ നിന്നെ ഈ ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇത് ചെയ്യിപ്പിക്കുന്ന ശൈത്താൻ നിന്നോടൊപ്പമില്ലേ? ഈ 4 പേരില്ലാതെ നീ ഒറ്റപ്പെട്ട റൂമിനകത്ത് ഒറ്റയ്ക്കാകുന്നുണ്ടോ? നീ തനിച്ചാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സിലാക്കിക്കോ, നമ്മുടെ വലതുഭാഗത്തൊരു മലക്കുണ്ട്, സാഹിബുൽ യമീനാണ്, നന്മകൾ മാത്രം എഴുതുന്ന മലക്കാണ്. ഇടതുഭാഗത്തൊരു മലക്കുണ്ട്, ആ മലക്ക് തിന്മകൾ മാത്രം എഴുതുന്ന മലക്കാണ്. ഈ 2 മലക്കുകളിൽ നമുക്ക് കൂടുതൽ കൂറാരോടാ? നമുക്ക് കൂടുതൽ സ്നേഹമാരോടാണ്? പറയും, നിങ്ങൾക്കാരോടാ? വലതുവശത്തിരിക്കുന്ന ആളിനോടാണോ ഇടതുവശത്തിരിക്കുന്ന ആളിനോടാണോ? പറയും, വലതുഭാഗത്തിരിക്കുന്ന ആളോ. കാരണം എന്താ? നമ്മൾ ചെയ്യുന്നതില്ല സുബ്ഹാനല്ലാഹ് എഴുതും, അൽഹംദുലില്ലാഹ് എഴുതും, സ്വതക്ക എഴുതും, 10,000 രൂപ എഴുതും, പെയിന്റ് വാങ്ങിച്ചു കൊടുക്കുന്ന എഴുതും, എല്ലാം എഴുതും അല്ലേ? ഇടതുഭാഗത്തിരിക്കുന്ന ആളോട് ദേഷ്യം വരാൻ കാരണം നമ്മൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എഴുതും, ഇങ്ങോട്ടെന്തെങ്കിലും മിണ്ടിയാൽ എഴുതും, കള്ളത്തരം കാണിച്ചാൽ എഴുതും, കള്ളക്കണക്ക് എഴുതിയാൽ എഴുതും, എല്ലാം എഴുതും. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ല നമുക്ക് കൂടുതൽ സ്നേഹം വലതുവശത്തിരിക്കുന്ന ആളിനോട് കൂട്ടേണ്ടത്. പിന്നെന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കാതിബുൽ ഹസനാതി അമീനുൻ അലാ കാതിബിസ് സയ്യാത്ത്. നമുക്ക് നന്മകൾ എഴുതുന്ന വലതുപക്ഷത്തിരിക്കുന്ന മലക്കിനോടാണ് കൂടുതൽ സ്നേഹം. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയോ, നമ്മൾ ഒരു നന്മ ചെയ്താൽ ആ സെക്കൻഡിൽ വലതുപക്ഷത്തിരിക്കുന്ന മലക്ക് അശ്റ 10 എന്നാണ് എഴുതുക. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയാൽ, ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഒന്ന് നമ്മൾ ചൊല്ലിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചൊല്ലിക്കേ സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ അങ്ങ് ചൊല്ലിയതോടുകൂടി ഈ വലതുപക്ഷത്തിരിക്കുന്ന മലക്ക് 10 സുബ്ഹാനല്ലാഹ് എഴുതിയിരിക്കുക. ചില്ലറ കാര്യമല്ല. ഇനി നമ്മൾ ഒരു ചെറിയ തിന്മ ചെയ്തെന്നിരിക്കട്ടെ, അപ്പുറത്തിരിക്കുന്നവന്റെ കാലിൽ ചെറുതായിട്ടൊന്ന് ചവിട്ടി, ഒരു ചെറിയ തിന്മയാണല്ലോ, അത് ചെയ്താൽ, അതല്ലെങ്കിലോ ഒരു അന്യ പെണ്ണിനെ ഒന്ന് നോക്കിയാൽ, ഒരു ചെറിയ കറാഹത്ത് ചെയ്താൽ, ഒരു ഹറാമ് ചെയ്താൽ ഓടി വരികയാണ് വലതുവശത്തിരിക്കുന്ന മലക്ക്. വലതുവശത്തിരിക്കുന്ന മലക്ക് ഓടി വരികയാ. വലതുവശത്തിരിക്കുന്ന മലക്ക് ഓടി വന്നിട്ട് ഇടതുവശത്തിരിക്കുന്ന മലക്കിനോട് പറയുന്നു, ഇപ്പൊ നീ അത് എഴുതല്ലേ. എന്തുകൊണ്ടാണ്? ഈ പാവപ്പെട്ടവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലോ, അല്ലാഹ് പുറത്തു കൊടുത്താലോ, അതുകൊണ്ട് നീ എഴുതല്ലേ. ഒരു നിമിഷം നീ ഒന്ന് നിൽക്കണേ, 7 നിമിഷം നീ ഒന്ന് നിൽക്കണേ. സബഅസാ എങ്ങനെ വേണോ നമുക്ക് അർത്ഥം കൊടുക്കാം. റസൂലുള്ളാഹി പറയുന്ന സബഅസാത്ത് ഹദീസുകൾ പലയിടത്തും കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 24 സാത്താണെങ്കിൽ 7 മണിക്കൂറാണ് ഉദ്ദേശമെന്നാണ്. സഹോദരങ്ങള്, 7 മണിക്കൂർ ഈ തിന്മയെഴുതുന്ന മലക്ക് രേഖപ്പെടുത്തൂല. അതിനിടയിൽ അവർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ അല്ലാഹ് പുറത്തു കൊടുക്കുമല്ലോ. അങ്ങനെ പടച്ചവന് പുറത്തു കൊടുത്താൽ പിന്നെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വലതുവശത്തിരിക്കുന്ന മലക്ക് നമ്മളുമായി കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്നതിനില്ല. അല്ലാഹു 1-ന് 10 എന്നാണ്, പടച്ചവൻ 1-ന് 10 എഴുതുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും നഷ്ടമല്ല. 10,000 രൂപ കൊടുത്താൽ അവിടെ മലക്കുകൾ എഴുതുന്നത് 1 ലക്ഷമെന്നാണ്. അല്ലാഹുവേ, നമുക്ക് റബ്ബ് ചേർന്ന നിയമത്ത് എത്രയാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മാലാഖമാരെ രേഖപ്പെടുത്തുകയാണ്. എത്രത്തോളം എന്നറിയോ? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നല്ലേ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണ്, ഒരു മുഹദ്ദിസാണ്,
മഹാനവറുകൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണത്തിന്റെ ആവശ്യം വന്നു. അങ്ങനെ ഭക്ഷണത്തിൽ ചേർക്കാൻ കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. അങ്ങനെ തൈര് കൊണ്ടുവരുവാൻ ബന്ധുക്കളോട് പറഞ്ഞു. ആ ബന്ധുക്കൾ കുറച്ച് തൈര് കൊണ്ട് കൊടുത്തപ്പോ മഹാനവറുകൾ ആ തൈര് മാത്രം എടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ഇതിലെനിക്ക് സംശയമുണ്ട്, ഹലാലാണെന്ന് എനിക്ക് ഉറപ്പില്ല, ഹറാമാണെന്നും ഉറപ്പില്ലല്ലോ, എന്നാലും വേണ്ട, ഇത് ഹലാലാണെന്ന് എനിക്ക് ഉറപ്പില്ലല്ലോ. അല്ലാഹുവേ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് വേണ്ട. ബന്ധുക്കൾ ചോദിച്ചു, ഞങ്ങളിത് എന്ത് ചെയ്യാനാ, പാവങ്ങൾക്ക് കൊടുക്കട്ടെ. ഇമാം അഹ്മദ് പറഞ്ഞു, കൊടുത്തോ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഉപേക്ഷിച്ചതാണ്, ഞാൻ നിരസിച്ചതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരാണ് ആ നാട്ടുകാര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരാണ്. ഈ മനുഷ്യരെന്ത് ചെയ്തെന്നറിയോ, ഈ തൈര് പാത്രവുമായിട്ട് പാവങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെന്നു. അല്ലാഹുവേ, ഒരു മനുഷ്യരും അത് വാങ്ങിയില്ല. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. ഇമാം അഹ്മദ് ഉപേക്ഷിച്ചെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അവസാനം എന്തു ചെയ്തെന്നറിയോ, ബന്ധുക്കൾക്ക് നിലത്തൊഴിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അവരെന്ത് ചെയ്തെന്നറിയോ, അത് കൊണ്ടുവന്ന് കടലിലൊഴുക്കിയെന്നാണ്. സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കടലിലൊഴുക്കി. സുബ്ഹാനല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കുന്നതുവരെ പിന്നെ ഒരു മത്സ്യം പോലും കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവന്ന് കടലിലൊഴിച്ചാൽ എന്താകാനാ? പക്ഷേ അല്ലെങ്കിൽ തന്നെ ആ തൈര് കഴിച്ച മത്സ്യമല്ലല്ലോ അവരുടെ മുമ്പിലെത്തുക. ഇല്ല, അഹ്മദ് ഇമാം പറഞ്ഞു, വേണ്ട. ഒരുപക്ഷേ നിങ്ങൾ കളഞ്ഞ തൈര് തിന്ന മത്സ്യമാണെങ്കിലോ എന്റെ അടുത്ത് വരുന്നത്, എനിക്ക് വേണ്ട, മരിക്കുന്നത് വരെ മത്സ്യം കഴിച്ചിട്ടില്ല. ഇത് അഹ്മദ് ബിൻ ഹംബൽ ഇമാമിന്റെ ഒരു ചരിത്രമാണ്. 100,000 ചരിത്രങ്ങളുണ്ട്. ഒന്നുപോലെ ആ മഹാനുഭാവന്റെ തഖ്വയുടെ അടയാളത്തിന് ഈ മഹാനുഭാവന് സക്കറാത്തിന്റെ ഹാലിലാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയാ പോകുന്നു, സക്കറാത്തിന്റെ ഹാലിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ ഒരു സക്കറാത്തിന്റെ ഹാലിലെ ഞരക്കമുണ്ടല്ലോ, ആ ഞരക്കത്തിലാണ് ഈ ഞരക്കം പോലും മാലാഖമാരെ രേഖപ്പെടുത്തുമെന്ന് ആരോ അടുത്തിരുന്നുവെന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നവര് പറഞ്ഞു, ഈ പറയപ്പെടുന്ന, ഈ കേൾക്കുന്ന ശബ്ദം പോലും മലക്കുകൾ രേഖപ്പെടുത്തുമെന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ സഹോദരങ്ങളെ മരിക്കുന്നത് വരെ പിന്നെ ഞരങ്ങിയിട്ടില്ല, പിന്നെ ഒരു ശബ്ദമൊന്ന് പുറത്തു വന്നിട്ടില്ല. അവര് പോയ സ്വർഗത്തിൽ പോകാൻ, അവര് കടന്ന ഖബറിലേക്കൊന്ന് പ്രവേശിക്കാൻ, അവര് കാണുന്ന മഹിശറയും സിറാത്തും ഒന്ന് അനുഭവിക്കാൻ തൊടിയൂരത്തെ സഹോദരങ്ങളെ നമ്മൾ തയ്യാറായിരിക്കുമ്പോ ഇന്നെത്ര ഹറാമുകൾ നമ്മൾ കണ്ടുപോയി, എത്ര ഹറാമുകൾ പള്ളയിൽ കടന്നുപോയി, എത്ര ജീവിതത്തിന്റെ സൂക്ഷ്മതകൾ താളം തെറ്റിപ്പോയി. അതുകൊണ്ട് ചിന്തിക്കണേ, ഒന്നും വിട്ടുപോകൂല, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന 2 മാലാഖമാരുണ്ട്. അവര് 2 പേരും ഇബ്ലീസും പിന്നെ റബ്ബും ഓടിയിട്ട് 4 പേര് നമ്മളോടൊപ്പം എവിടെയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കാകുന്നില്ല, എവിടെയും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഫമൻ യഅമലു മിസ്ഖാല ദർറത്തിൻ ഖൈറാ, ഒരു അണുമണി തൂക്കം, ഒരു ഡോട്ട് ആര് നന്മ ചെയ്യുന്നുവോ യറഹു, നാളെ പരലോകത്തവരത് കണ്ടുമുട്ടും. ഫമൻ യഅമലു മിസ്ഖാല ദർറത്തിൻ ശർറാ, ആര് ഒരു അണുമണി തൂക്കം തിന്മ ചെയ്യുന്നുവോ, ഒരണുമണി തൂക്കം തിന്മയാര് ചെയ്യുന്നുവോ യറഹു, നാളെ പരലോകത്തിൽ അവന് കണ്ടുമുട്ടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒറ്റയ്ക്കാകുന്നില്ല, എവിടെയും നമ്മൾ തനിച്ചാണെന്ന് പറയല്ലേ. നമ്മുടെ എല്ലാമായ പടച്ച തമ്പുരാൻ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ തൊടിയൂരുകാരാ, ഇന്ന് മഴവെള്ളമില്ല, കുടിവെള്ളമില്ല, നാടിന്റെ നാനാഭാഗങ്ങളിൽ വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കറിയോ
എന്തുകൊണ്ടാണ് പടച്ചവന് വെള്ളം തരാത്തത്? എന്തുകൊണ്ടാണ് പടച്ചവന് വെള്ളം തരാത്തതെന്നറിയോ? ഇവിടെ ആരുടെ കുറവാണ്? ഇവിടെ എന്തിന്റെ കുറവാണ്? പള്ളികൾക്ക് കുറവില്ല, മദ്രസകൾക്ക് കുറവില്ല, പ്രഭാഷണങ്ങൾക്ക് കുറവില്ല, മതപ്രസംഗങ്ങൾക്ക് കുറവില്ല. പിന്നെ എന്തിനോ ഒരു കുറവില്ല. ആ കുറവേതാണ്? മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്തെന്നറിയോ? റൂമുകൾ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കലാണ്. ആളുകൾ വരുമ്പോൾ താമസിക്കാൻ റൂം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ജോലിയാണ് മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്. ഒരു ദിവസം അദ്ദേഹം ഏതൊരാവശ്യത്തിന് നാട്ടിലേക്ക് പോയി. കൂടെയുള്ള ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ റൂം നീ കൊടുക്കണം. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായി പറഞ്ഞത്. റൂം നീ കൊടുക്കണം. അങ്ങനെ തീരുമാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി. പെട്ടെന്ന് തിരിച്ചു വന്ന് ഒരു താമസക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് റൂം വാടകയ്ക്കെടുത്തതെന്ന് ചോദിച്ചു. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് 5 ദീനാറിന് കൊടുക്കണമെന്നാണ്. മുൻകദിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഈ റൂം വാടകയ്ക്ക് എടുത്ത ആളിനോട് ചോദിച്ചു, നിങ്ങളിൽ നിന്ന് എത്ര രൂപ വാങ്ങി അയാള്? അവര് പറഞ്ഞു 10 ദീനാറിനാണ്. ഞെട്ടിത്തെരിച്ചുപോയി. വൈദ്യുതി വിദ്യുച്ഛക്തിയുടെ പ്രവാഹമടിച്ചതുപോലെ, കറണ്ടടിച്ചതുപോലെ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ നീ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് താമസം മാറണം, ഇല്ലെങ്കിൽ 5 രൂപ അവന്റെ തിരികെ വാങ്ങണം. നമ്മളോ ഈ മനുഷ്യൻ 5 രൂപ ഓടിച്ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? ഈ മനുഷ്യൻ പറയുകയാണ്, ഹാദല്ലദീ യുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ കഹതൂനാ. നമ്മളൊക്കെ വെള്ളം കിട്ടാതെ ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരാണ് മഴ പെയ്യുന്നതിന് കാരണക്കാര്. പിണറായി സർക്കാർ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. പെയ്യോ? ലോകത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട്, ഒരു പ്രധാനമന്ത്രിയെ കൊണ്ട്, ലോകത്താരെ കൊണ്ടെങ്കിലും കൃത്രിമമായി മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അള്ളാഹു നമുക്ക് വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിരിപ്പുകൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഒരു യുദ്ധമുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പുലിയൂർ വഞ്ചി ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, വെള്ളം പോലും വീട്ടിൽ നിന്ന് മോഷണം പോകുന്ന അവസ്ഥയാണ്. 4 തൊടി വെള്ളമുണ്ടായിരുന്ന കിണറ്റിൽ നിന്ന് നേരം വെളുത്തപ്പോൾ 1 തൊടി വെള്ളം മാത്രം അവശേഷിക്കുന്ന കാഴ്ച കണ്ടിട്ട് പിറ്റേന്ന് രാത്രി ഒളിച്ചിരുന്ന് നോക്കിയപ്പോൾ ഒരു വണ്ടി വന്ന് നിന്ന് രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അകത്ത് വണ്ടിയിൽ കയറ്റിയിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തി. ഇനി നാളെ നിങ്ങളുടെ കയ്യിരിക്കുന്ന വെള്ളം എന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ പിടിച്ചു പറിയിക്കും. അടുത്ത ദിവസം നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ട് വെള്ളം പിടിച്ചു വാങ്ങും. അടുത്ത ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പറിയും. യുദ്ധവും നടക്കും വെള്ളത്തിന് വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ ഖജനാവിൽ വെള്ളം തീർന്നു എന്നാരും കരുതണ്ട. അവന്റെ ഖജനാവ് ഒരിക്കലും ലാ യൻഫദു അബദാ വറ്റൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ എല്ലാം സർവശക്തൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം പടച്ചവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബോധത്തോടുകൂടി ജീവിക്കിൻ. എപ്പോഴും ശൈത്താൻ കൂടെ ഉണ്ടെന്നുള്ള ബോധം വരും. ഇതെല്ലാം രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ 2 മാലാഖമാരും നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാകുന്നില്ല. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, മനോഹരമായ നമ്മുടെ പള്ളി, അള്ളാഹുവിന്റെ ഭവനം, വിശുദ്ധ റമളാൻ മാസം എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു മനോഹാരിത, നമുക്കൊന്ന് നയനാനന്ദകരമായ